ഹല്ലേലൂയ. കർത്താവിന് നന്ദി പറഞ്ഞേ. യേശുവേ ആരാധന 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 ആരാധന. അപ്പൊ ഒന്നാമത്തെ വിത്ത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു. വിതക്കാരൻ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു. വഴിയരികിൽ എന്ത് സംഭവിച്ചു? വിത്ത് വീണു. അവിടെ നിന്ന് പറവകൾ എന്ത് ചെയ്തു? അത് കൊത്തിയെടുത്തു കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. അതാരാണ്? എങ്ങനെയുള്ള ഹൃദയമാണ്? എങ്ങനെയുള്ള ജീവിതങ്ങളുടെ മേലാണ് ആ വിത്ത് വീണത്? അവരുടെ കണ്ണടഞ്ഞിരിക്കുകയായിരുന്നു, അവരുടെ കാതടഞ്ഞിരിക്കുകയായിരുന്നു, അവരുടെ ഹൃദയം തടിച്ചിരിക്കുകയായിരുന്നു. അതാണ് വഴിയരികെ വീണ വിത്ത്. അതാര് കൊത്തിക്കൊണ്ടുപോയി? പറവ, ദുഷ്ടൻ, പിശാച് വന്ന് കൊത്തിക്കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. ആ ഭാഗം കേൾക്കാത്തവരുണ്ടെങ്കിൽ ഇതിന് മുമ്പ് ഒരു എപ്പിസോഡ് ഇറങ്ങിയിട്ടുണ്ട്, അത് കേൾക്കാൻ തയ്യാറാകുക. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അപ്പൊ വിതക്കാരൻ വിത്ത് വിതച്ച 4 സ്റ്റേജുകളുണ്ട്. അതിൽ ഒന്ന് വഴിയരികെ വീണ വിത്താണെങ്കിൽ രണ്ടാമത്തത് പാറപ്പുറത്ത് വീണ വിത്താണ്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 13-5 ഈ വചന കേൾവിയിലും ആരുടെയോ ഉദരത്തെ കർത്താവ് തുടങ്ങുന്നു. എന്തോ ഉദരവുമായി ബന്ധപ്പെട്ട് വലിയ വിടുതലുകൾ നടക്കുന്നു. ഹല്ലേലൂയ. ഒന്ന് കർത്താവിനെ സ്തുതിച്ച് യേശുവിന്റെ നാമത്തിൽ ഉദര സംബന്ധമായ രോഗങ്ങളെ അഴിയുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കൂടിച്ചേരുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ, കരളിന്റെ പ്രവർത്തന ക്ഷമത വർദ്ധിക്കട്ടെ. കിഡ്നിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അഴിയട്ടെ. അന്ധകാര ശക്തികൾ അഴിഞ്ഞു മാറട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ. 13-5. ചിലത് പാറപ്പുറത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്ത് വീണു. ചിലത് ഈ പാറ സ്ഥലത്ത്, അല്ലേ, പാറകൾ നിറഞ്ഞിരിക്കുന്ന സ്ഥലത്ത്. വിതക്കാരൻ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടപ്പോൾ ചിലത് എവിടെ വീണു? പാറ സ്ഥലത്ത്. ഏറെ മണ്ണില്ലാത്ത ഇടത്ത് വീണു എന്ന് പറഞ്ഞ് ഏറെ ഇല്ല, പക്ഷെ കുറച്ച് മാംസളമാണ്. കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യും, കുറച്ചൊക്കെ ക്ഷമിക്കും, പ്രൈസ് ദി ലോർഡ്, കുറച്ചൊക്കെ പ്രാർത്ഥിക്കും, ഹല്ലേലൂയ, കുറച്ചൊക്കെ വചനം വായിക്കും, കുറച്ച് മണ്ണൊക്കെ ഉണ്ട്. പക്ഷെ എന്തുണ്ട്? അധികം ഇല്ല, അധികം സ്പേസ് മണ്ണിനില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മണ്ണിന് താഴ്ച അധികമില്ലാത്തവരിടാം. ഹല്ലേലൂയ. നിങ്ങളുടെ വായിച്ച മത്തായി 13:5 വായിച്ചേ. ചിലത് പാറ സ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്ത് വീണു. മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചൊക്കെ വന്നു, മുളച്ചൊക്കെ പൊന്തി. ഏതാ? വിത്ത് വീണു, അത് പെട്ടെന്ന് വളർന്നു. സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി വേറില്ലായകയാൽ അത് ഉണങ്ങിപ്പോയി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവര് ഒന്നാം സ്റ്റേജ് കടന്നവരാണ്. ഏത്? വിശ്വസിച്ച് രക്ഷ പ്രാപിച്ചവരാണ്. ഹലോ. ഒന്നാമത്തെ സ്റ്റേജ് അവിടെ അവസാനിച്ചു. ഏതാ? അവർ വിശ്വസിച്ചുമില്ല, രക്ഷ പ്രാപിച്ചുമില്ല, വചനം കേട്ടു കടന്നുപോയി. രണ്ടാമത്തെ സ്റ്റേജിലേക്ക് വന്നപ്പോ അല്പം മണ്ണുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം അവർ വിശ്വസിച്ചു, അവര് രക്ഷ പ്രാപിച്ചു, അവരുടെ മേൽ വചനം വീണു. ആ വചനത്തിന് വേണ്ടി ഒരു ആഗ്രഹം അവർക്കുണ്ടായി. അത് മുളച്ചു പോകാൻ തുടങ്ങി. ശ്രദ്ധിച്ചോണം, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോണം. ഇന്ന് ഇവിടെ വെച്ച് നിങ്ങളുടെ സ്റ്റേജ് നിങ്ങൾ തിരിച്ചറിഞ്ഞോണം. എല്ലാത്തിനോടും ഞാൻ ചോദിക്കും, ഹല്ലേലൂയ പറഞ്ഞേ. സത്യസന്ധമായി നിങ്ങളുടെ സ്റ്റേജ് തിരിച്ചറിഞ്ഞോണം, എന്നിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ ഇവിടെ മണ്ണൽപ്പം ഉണ്ടായിരുന്നു, അത് വിശ്വസിച്ചു, അവർ രക്ഷയിലേക്ക് പ്രവേശിച്ചു. പക്ഷെ ഇവരുടെ വിശ്വാസം താൽക്കാലികമായിട്ടാണ് നിലനിന്നത്. കാരണം സൂര്യൻ ഉദിച്ചാറെ 13:6 പറയുകയാണ്, സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി വേറില്ലായകയാൽ, വേറധികം ആഴത്തിലേക്ക് ഇറങ്ങാൻ പറ്റാത്തതിനാൽ അത് ഉണങ്ങിപ്പോയി. ചില ചൂടുകൾ ഉണ്ടായപ്പോൾ അത് അവരുടെ ജീവിതത്തെ പൊള്ളിക്കാൻ തുടങ്ങി. പല ക്രിസ്തീയ വിശ്വാസികളും ഈ സ്റ്റേജിൽ കിടക്കുന്നവരാണ്. ചിലർ അത് തിരിച്ചറിഞ്ഞിട്ടുള്ളവരാണ്, അവരടുത്ത സ്റ്റേജുകളിലേക്ക് പ്രവേശിച്ചവരാണ്. ചിലർ അത് തിരിച്ചറിഞ്ഞിട്ടുമില്ല, അവരിങ്ങനെ ഈ ഉരുളുന്ന പോലെ ഉരുണ്ടോണ്ടിരിക്കുകയാണ്. മത്തായി 13:20 ഒന്ന് വന്നേ. പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ, പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ട വചനമോ
ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നത് ആകുന്നു. അവനൊരു ചെറിയ ചിരിയൊക്കെ വന്നു, സന്തോഷമൊക്കെ നിറഞ്ഞു. വചനം കേട്ടപ്പോ ബ്രദർ, ഉറങ്ങാൻ പറ്റാത്ത എനിക്ക് ഉറങ്ങാൻ പറ്റി. ഹല്ലേലൂയ, ഐ ആം ഹാപ്പി, പ്രൈസ് ദി ലോർഡ്. ഞാൻ വചനം വായിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്റെ പഴയ ആചാരങ്ങളൊക്കെ മാറി, വ്യത്യാസം വന്നു. ഹല്ലേലൂയ. ഇന്ന് അല്പ സന്തോഷമൊക്കെ എനിക്കുണ്ട് ബ്രദർ. സന്തോഷത്തോടെ കൈക്കൊള്ളുന്നതാകുന്നു. എങ്കിലും വളരാൻ വേരില്ലാതിരിക്കയാൽ അവൻ ക്ഷണികനത്രേ. അവൻ എന്താണ്? ക്ഷണികൻ. അധികം നേരം ഉറച്ചു നിൽക്കാനൊന്നും പറ്റത്തില്ല. സന്തോഷത്തോടെ അവൻ വചനത്തെ കൈക്കൊണ്ടു, പക്ഷെ വേര് താഴോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, താഴെ പാറയാണ്. അതുകൊണ്ട് അവൻ ക്ഷണികനായി തീർന്നു. സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടവരാണ് നമ്മുടെ ഇടയിലുള്ള പലരും, അല്ലെ? എത്ര സന്തോഷത്തോടെയാണ് ബ്രദർ, ഇനി എന്നും ബ്രദറിന്റെ കൂടെ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഓ, ഈ വചനം അത്ഭുതം, ഈ വചനത്തിന്റെ വിടുതൽ എത്രമാത്രോളം ഞാൻ അനുഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബ്രദറിന്റെ സഭയിൽ നമുക്കൊരു സെമിട്രി ആവശ്യമുണ്ട്, ഇല്ലെങ്കിൽ ബ്രദറിന് ഒരു വീഡിയോ ഇത് മേടിക്കണം, ഇതൊക്കെ നമുക്ക് ചെയ്യാം. ഞാനിത് കർത്താവ് അനുഗ്രഹിച്ച് പ്രവചിച്ചില്ലേ, ഞാനിത് ഇറ്റലിയിലേക്ക് പോവുകയാണ്, സ്വിറ്റ്സർലൻഡിലേക്ക് പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദശാംശമൊക്കെ ഞാൻ കൃത്യമായി തരും, സഭയിൽ വേണ്ടതെല്ലാം ചെയ്യാം. പിന്നെ അവരെ കണ്ടിട്ടില്ല, അവർ ക്ഷണികരാണ്, അവർ വീണുപോയി. എന്നാൽ അവർ അന്ന് എത്ര സന്തോഷത്തോടെ വചനത്തെ കൈക്കൊണ്ടവരാണ്, കർത്താവിന്റെ രാജ്യത്തിനു വേണ്ടി എത്രത്തോളം നിൽക്കാൻ തീരുമാനിച്ചവരാണ്. എന്താണ് ഇവർക്ക് സംഭവിച്ചത്? ഈ പാറപ്പുറത്ത് വീണ വിത്ത് ആണോ ഈ കേട്ടോണ്ടിരിക്കുന്ന ഞാൻ എന്ന് തിരിച്ചറിയണമെങ്കിൽ 21 വായിച്ചേ. വചനം നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. വചനം നിമിത്തം ഞെരുക്കമോ ഉണ്ടായി. വചനം അനുസരിക്കുന്നതിന്റെ പേരില് ഞായറാഴ്ച ഞങ്ങളുടെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പൊ ഞായറാഴ്ച പ്രാർത്ഥനയ്ക്ക് തന്നെ പോകണം, കൂട്ടായ്മ കളയാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് കയറണം. അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ എന്തുണ്ടാകാൻ തുടങ്ങി? ഞെരുക്കം ഉണ്ടാകാൻ തുടങ്ങി. മാത്രമല്ല, വീട്ടിൽ നിന്ന് പ്രഷർ തുടങ്ങി, ഉപദ്രവം ഉണ്ടാകാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അന്ന് വരെ കുടിച്ചുകൊണ്ടിരുന്നേക്കാൾ കൂടുതലും മോൻ കുടിക്കാൻ തുടങ്ങി, കെട്ടിയവൻ പറയാൻ തുടങ്ങി, അയൽക്കാർ പറയാൻ തുടങ്ങി, ഉപദ്രവം ഉണ്ടാകാൻ തുടങ്ങി. അപ്പൊ ചിലര് ആ ഉപദ്രവം വരുമോ എന്നുള്ള ഭയത്തിനടിമകളായി തീർന്നവരും ഈ കൂട്ടത്തിൽപ്പെട്ടവരാ. ഏതാ? ഇത് കെട്ടിയവൻ അറിഞ്ഞാൽ എന്താകും, ഭാര്യ അറിഞ്ഞാൽ എന്താകും, മക്കൾ അറിഞ്ഞാൽ എന്താകും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ജോലി ചെയ്യുന്നിടത്ത് അറിഞ്ഞാൽ എന്നെ പിരിച്ചുവിടാൻ സാധ്യതയുണ്ട്. പള്ളിയിൽ അച്ഛൻ അറിഞ്ഞാൽ എന്താകും, പിള്ളേരുടെ കല്യാണം എന്താകും. ആണ്ട്ര കിടക്കണു, ഇവനാണ് ഈ പാറ സ്ഥലത്ത് വീണ വിത്ത്. അപ്പൻ അറിഞ്ഞാൽ എൻ്റെ ഓഹരി അതും കൂടെ കഴിയട്ടെ. പള്ളിക്കാര് വെച്ച് തന്ന വീടാണ്, അതിന്റെ അഗ്രിമെന്റ് കഴിയാണ്ട് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ സാധ്യത ഇല്ല. ഏതാ? ഭയവാ. ഏത് വിത്ത? പാറപ്പുറത്ത് വീണ വിത്ത്. പണ്ടെന്റെ അപ്പൻ എന്നോട് പറഞ്ഞായിരുന്നു, നിനക്ക് ഈ സ്ഥലം ഞാൻ ഇനി തരികയില്ല, നിനക്ക് ഒരു കുന്നും പുറത്തുള്ള ഒരു സ്ഥലമുണ്ട്, അതേ തരുള്ളൂ. എന്തിനാ? കർത്താവിന്റെ വചനം സ്വീകരിച്ചതിന്റെ പേരിൽ. ഞാൻ പറഞ്ഞു, അതില്ലേലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഒരു ഭയം എൻ്റെ ഉള്ളിൽ വരെ ഞാൻ സമ്മതിച്ചില്ല. വീട്ടുകാരുടെ ഉപദ്രവം, പള്ളിക്കാരുടെ കമ്മിറ്റിക്കാരുടെ ഉപദ്രവം. സത്യത്തിൽ വിശ്വസിക്കുന്നവരുടെ മേൽ ഭയത്തിന്റെ ഒരു സ്പിരിറ്റുകൾക്കും വാഴുവാൻ സാധ്യമല്ല. അപ്പം നിങ്ങൾ പാറസ്ഥലമാണോ? ഉപദ്രവം വരുമ്പോൾ ഭയം ഉണ്ടാകും. ഇല്ല, ഉപദ്രവിക്കപ്പെടുമോ എന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കാൻ നോക്കും. അതാണ് പാറപ്പുറത്ത് വീണ വിത്തിന്റെ ലക്ഷണം. സത്യത്തിൽ കർത്താവ് എന്താ പറഞ്ഞത്? മത്തായി 5:10 നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. മാത്യു 5:10. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. എടാ, നിനക്ക് വചനത്തെ പ്രതി നിനക്ക് ഉപദ്രവം ഉണ്ടെങ്കിൽ കിങ്ഡം ഓഫ് ഹെവൻ നിനക്കാണ്. നിനക്ക് ഒരു ഉപദ്രവം ഇല്ലെങ്കിൽ കിങ്ഡം ഓഫ് ഹെവൻ നിനക്കില്ല. അപ്പൊ കിങ്ഡം ഓഫ് ഹെവന് നീ യോഗ്യനാണ് എന്നതിന്റെ അടയാളമാണ് വചനത്തെ പ്രതി ഞെരുക്കവും പീഡകളും.
അതിന് അയ്യോ എന്റെ ബ്രദർ ഞാൻ ഈ ആഴ്ച വരില്ല, എന്നോട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, ഞാൻ പോകുന്നു, ഞാൻ വീട്ടിൽ കയറ്റില്ല. എടാ വീട്ടിൽ കയറ്റണ്ട, നിനക്ക് വലിയ വീട് ദൈവം ഒരുക്കിയിട്ടുണ്ട് സ്വർഗത്തിൽ. സത്യത്തിൽ ക്രിസ്തുവിൽ വന്നവൻ ഒന്നിനെയും ഭയപ്പെടുകയില്ല. തല വെട്ടിക്കളയെന്ന് പറഞ്ഞാൽ ഇക്കണക്കിന് നിങ്ങളെ കർത്താവിനെ തള്ളി പറഞ്ഞില്ലെങ്കിൽ തല വെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പണ്ടേ അവരുടെ ദൈവത്തെ വിളിക്കൂലോ അല്ലേ? ജയ് റീറാം ഒക്കെ വിളിക്കും അല്ലേ? ആ ഇതും വിളിക്കും, ഈ ഇതും നിങ്ങൾ വിളിക്കും. വചന നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകും. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. ഭയപ്പെടുന്നവർ ഏത് രാജ്യത്തിനാണ് വില കൊടുക്കുന്നത്? കിങ്ഡം ഓഫ് ഹെവൻ ആണോ, അതോ ഈ വേൾഡ് ആണോ, ഈ ലോകമാണോ? ഞാൻ കർത്താവിലേക്ക് വന്നതിന്റെ ആദ്യ നാളുകളിൽ ഒരുപാട് ഉപദ്രവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്, ഒരുപാട് ഞെരുക്കങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്, ഞെരുങ്ങിയിട്ടുണ്ട് പല വിധത്തിൽ. എനിക്ക് ലഭിക്കേണ്ട നന്മകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്റെ രക്തബന്ധത്തിൽപ്പെട്ടവരിൽ നിന്ന്, എന്റെ ചാർച്ചക്കാരിൽ നിന്ന് എനിക്ക് ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വാക്കുകൾ കൊണ്ട്, പ്രവർത്തികൾ കൊണ്ട്. ഫോൺ വിളിച്ച് മണിക്കൂറുകൾ എന്നെ തെറി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ദൈവകൃപയാൽ അതിന്റെ മുന്നിൽ മുട്ടുമടക്കാൻ സ്വർഗം എന്നെ അനുവദിച്ചിട്ടില്ല. അതിനെല്ലാം ജയിക്കുവാൻ ദൈവകൃപ. ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട്, കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്, ആയുധങ്ങളുമായി ഒളിച്ചിരുന്നിട്ടുണ്ട് എന്നെ കൊന്നുകളയാൻ വേണ്ടി. എന്റെ ഭവനത്തിൽ വന്ന് ഗുണ്ടകൾ വന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. RSSകാരെന്നെ കൊല്ലാൻ നോക്കിയിട്ടുണ്ട്. ദൈവത്തിന്റെ കൃപയാൽ അതിനെല്ലാം ജയിക്കുവാൻ സ്വർഗം എനിക്ക് കൃപ നൽകി. വീണ്ടും ജനിക്കാത്തവർ നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടായേക്കാം. അവരിൽ നിന്ന് നിങ്ങൾക്ക് ഉപദ്രവങ്ങൾ വന്നേക്കാം. അത് മൂലം നിങ്ങൾ അയ്യോ എന്ന് നിലവിളിക്കുന്നെങ്കിൽ നീയാണ് പാറയിൽ വീണ വിത്ത്. നിന്റെ വീട്ടിലെ സ്ഥിതി ദൈവരാജ്യത്തിന് യോജിച്ചതല്ല ബ്രദർ എന്നാണ് നീ പറയുന്നതെങ്കിൽ, ചിന്തിക്കുന്നതെങ്കിൽ പാറമേൽ വീണ വിത്താണ് നീ. എനിക്കറിയാവുന്ന ഒരു സഹോദരിയുണ്ട്. അവളുടെ മക്കൾ വിശ്വാസത്തിനെതിരായിരുന്നു. അവൾ വലിയ തീഷ്ണതയിൽ നിന്നവളാ. പക്ഷെ അവൾ പാറപ്പുറത്ത് വീണ വിത്ത് പോലെയായി പോയി. അവൾ സന്തോഷത്തോടെ വചനം സ്വീകരിച്ചവളാണ്, വിശ്വസിച്ചവളാണ്, രക്ഷിക്കപ്പെട്ടവളാണ്. പക്ഷെ അവൾ നഷ്ടപ്പെട്ടു പോയി. സുവിശേഷം 5-11. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾക്ക് അപ്രകാരം ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾ പഴിക്കപ്പെടുന്നുണ്ടോ, ഉപദ്രവിക്കപ്പെടും? നിങ്ങളാണ് ഭാഗ്യമുള്ളവർ. നിങ്ങൾ എന്തിനാ ഓടാൻ നിൽക്കുന്നത്? നിങ്ങൾ എന്തിനാ നിലവിളിക്കുന്നത്? നിങ്ങൾ എന്തിനാ കരയുന്നത്? നിങ്ങൾ അതൊരു ഉപദ്രവമാണ്, പ്രശ്നമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ അതിനെ ജയിപ്പിൻ, അതിനോടുള്ള മനോഭാവം മാറ്റിൻ. അവരത് പറയട്ടെ, അവരത് ചെയ്യട്ടെ, അത് തുറന്നുകൊണ്ടിരിക്കട്ടെ. അതിന് മധ്യത്തിൽ തല ഉയർത്തിപ്പിടിച്ച് അധൈര്യമില്ലാതെ, ഭാരപ്പെടാതെ, ആകുലതയോടെ സംസാരിക്കാതെ, നിന്റെ പ്രാർത്ഥനയിൽ കുറവ് വയ്ക്കാതെ, ടെൻഷൻ അടിക്കാതെ മുന്നോട്ട് പോകുകയും. എന്നെ പ്രതി നിങ്ങളെ പഴിക്കും, നിങ്ങളെ ഉപദ്രവിക്കും, എല്ലാ തിന്മകളും നിങ്ങൾക്കെതിരെ കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ബ്ലെസ്ഡ് ആർ യു. ആചാരങ്ങളും പാരമ്പര്യങ്ങളും പാലിക്കാത്തതിന്റെ പേരിൽ നിങ്ങൾ പഴി കേൾക്കേണ്ടി വന്നേക്കാം. ഉണ്ണീയേശുവിനെ മുത്താത്തതിന്റെ പേരിൽ, ആചാരം പാലിക്കാത്തതിന്റെ പേരിൽ, തെറ്റായ അന്യാരാധനയ്ക്ക് പോകാത്തതിന്റെ പേരിൽ, ചന്ത ചെല്ലാത്തതിന്റെ പേരിൽ, പെരുന്നാൾ കഴിക്കാത്തതിന്റെ പേരിൽ നിങ്ങൾ പഴി കേൾക്കേണ്ടി വന്നേക്കാം. 5:12 വായിച്ചേ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിക്കും. ഇതുണ്ടാകുമ്പോൾ, ഈ പഴി ക്രിസ്തുവിനെ പ്രതി നിങ്ങൾക്ക് നിന്ദകളും പഴിയും ഉപദ്രവവും ഉണ്ടാകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്?
സന്തോഷിച്ച് ഉല്ലസിപ്പീൻ. സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു പരിധിയുണ്ട്. സന്തോഷം എല്ലാം കൂടെ ഒന്നിച്ചു വെച്ചിട്ട് ഒരു ഉല്ലാസം നടത്തുകയും. ഉല്ലാസയാത്ര. ഹല്ലേലൂയ. ഉല്ലസിപ്പീൻ. എടാ, അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉല്ലാസം നടക്കേണ്ടത് ഏത് വീട്ടിലാ? നിരന്തരം പീഡയും പഴിയും ബുദ്ധിമുട്ടും ഉള്ള രക്ഷിക്കപ്പെട്ടവന്റെ ഉള്ളത്തിൽ നിന്നാണ് സന്തോഷത്തിന്റെ ഉല്ലാസം ഉയരേണ്ടത്. ഏറ്റവും കൂടുതൽ ഉല്ലസിക്കേണ്ടത് ഈ ഇരിക്കണം മുതല. ഒരു കളിയിൽ സെക്കൻഡ് അല്ലേ, ഓരോന്നോരോന്ന് ഉത്സവം നടക്കണമെന്ന് നിന്റെ വീട്ടിൽ. എന്തിനാ സന്തോഷത്തിന്റെ അടുക്കളയിൽ ചെമ്പറെങ്കിലും തിരന്തി കെട്ടിയോടും തെരു പറയാ. മുടിക്കുത്തിന് പിടിച്ചു വലിച്ചെറിഞ്ഞപ്പോ മോന്ത ഇങ്ങനെയാക്കി നിൽക്കാനല്ല. ഞങ്ങൾ എന്നോട് ദൈവമല്ലേ ഞാൻ അവിടെ പോയി പ്രാർത്ഥിക്കുന്നു പറഞ്ഞു അങ്ങനെ ഇരിക്കാനല്ല. അതുണ്ടാവും, ആദ്യം ഇങ്ങനെ ഉണ്ടാവും, അപ്പൊ തന്നെ വചനം ഉള്ളിലോട്ട് വന്നോളൂ. എന്നിട്ട് അല്ല, അതല്ലേ കർത്താവ് പറഞ്ഞു, എന്റെ ഇവിടെ ഒരെണ്ണം അടിച്ചാൽ ഇങ്ങോട്ട് കാണിച്ചു കൊടുത്തത് ഒന്നും കൂടെ തന്നെ എന്ത് എനിക്ക് ബാക്കി ജോലികളെ പൂർത്തിയാക്കാനുണ്ട്. എന്നിട്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ സന്തോഷിച്ച് ഉല്ലസിക്കുവിൻ, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചു. നീ മാത്രമല്ല, നിന്റെ അപ്പനപ്പൂപ്പന്മാര് പണ്ട് കാലത്തുണ്ടായിരുന്നവര് ദൈവത്തെ അംഗീകരിച്ചതിന്റെ പേരിൽ, വചനം സ്വീകരിച്ചതിന്റെ പേരിൽ അവർക്കുണ്ടായിട്ടുണ്ട് ഈ ബുദ്ധിമുട്ടുകളൊക്കെ. ഇത് ആദ്യമായിട്ടുണ്ടായതല്ല, തളിപ്പറമ്പിൽ ആദ്യമായിട്ടുണ്ടായതല്ല, പിലാത്ര ആദ്യമായിട്ടുണ്ടായതല്ല, തുരുത്തിയിൽ ആദ്യമായിട്ടുണ്ടായതല്ല. ഹല്ലേലൂയ. ഇത് ക്രിസ്തീയ ജീവിതത്തിന്റെ ഒഴിവാക്കാനാവാത്ത ഒരു ഭാഗമാണ്. വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലിന് ദൈവവചനത്തെ പ്രതി ഉണ്ടാകുന്ന പ്രതികൂലങ്ങൾ സ്വർഗം അനുവദിച്ചു തരുന്ന ഓരോ മെഡലുകളാണ്. പറയാം ബ്രദറെ, എന്നാലും പുള്ളി ഇങ്ങനെയൊക്കെ ചെയ്യുന്നോണ്ട് എനിക്കത് ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമാണ്. ആരാടാ പറഞ്ഞ അതാ നിന്റെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്? ടീച്ചർക്ക് പിടുത്തം കിട്ടിയാ? അതൊക്കെ ചെയ്യട്ടെ, പറയട്ടെ, പ്രവർത്തിക്ക. അതാ നിന്റെ വളർച്ച. കർത്താവ് തന്നിരിക്കുന്ന മെഡലാണ്. ഭയമില്ലാതിരിക്കുന്ന ധീരന്മാർക്ക് വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന മെഡലുകൾ. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 5-40. അവർ അവനെ അനുസരിച്ചു, അപ്പോസ്തലന്മാരെ വരുത്തി അടുപ്പിച്ചു. ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. ആ അപ്പോസ്തലന്മാരെ വിളിച്ചു വരുത്തി, ഇനി യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ പറയരുത്, ഇനി പോകരുത്, ചെയ്യരുതെന്ന് പറഞ്ഞ് അവരെ അടിപ്പിച്ചു. ഒരടി രണ്ടടിയല്ല, 4 അടി തുണി ഉരിഞ്ഞ് പെടയാ. അടിച്ച് പൊട്ടിച്ചു. എന്നിട്ട് വിട്ടു പോയിക്കോളാൻ പറഞ്ഞു. ഇനി മേലാക്ക് സംസാരിച്ചു പോകരുതെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇതുപോലത്തെ അടിയൊന്നും ഒറ്റെണ്ണത്തിന് കിട്ടിയിട്ടില്ല. കിട്ടാത്തതിന്റെ കുഴപ്പമാണ്. എന്നിട്ട് അവര് പോവാണേ, അടിയൊക്കെ കിട്ടിയിട്ട് പോവാണേ. അയ്യോ. 5:41 വായിച്ചേ. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. സന്തോഷിച്ചുകൊണ്ട് പുറപ്പെട്ടു പോവാണേ. അയ്യോ, എന്നോട് അങ്ങനെ പറഞ്ഞു, എന്നെ അടിച്ചു, ഈ ആഴ്ച ഞാനില്ല. അങ്ങനെയാണ് അവര് പുറപ്പെട്ടെ. ഒരുത്തൻ ഇവിടെ തൊട്ടപ്പോ അടി കിട്ടിയോടത്ത് അടിച്ച് പൊട്ടിയോടത്ത് ഒരുത്തൻ തൊട്ടത് ഉടനെ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, അങ്ങേ പ്രതി അപമാനം തെറി കിട്ടിയില്ലോ, അടി കിട്ടിയില്ലോ, സ്തോത്രം. ഇത് പറഞ്ഞേച്ച് അവര് പോകുന്നത് കേട്ടോ. ഒരുത്തന്റെ കയ്യെ പിടിച്ചു സ്തോത്രം ചെയ്യാൻ വേണ്ടി. അപ്പൊ അവൻ അടിച്ച് കൈ പൊട്ടിയിരിക്കുക. എന്നിട്ട് സ്തോത്രം.
തിരുനാമത്തെ പ്രതി അപമാനം സഹിപ്പാനുള്ള യോഗ്യതയ്ക്കായി എണ്ണപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർ സന്തോഷിച്ചുകൊണ്ട് പുറപ്പെട്ടു പോയി. ഇതൊരു യോഗ്യതയാണ്. ഇത് അനേകർക്ക് കിട്ടുന്നതല്ല. നിനക്കത് കിട്ടുന്നുണ്ടെങ്കിൽ സ്തോത്രം ചെയ്തോളാം. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞോ. എല്ലാവർക്കും ഇല്ല. ഇത് നിനക്കായിട്ട് മാറ്റിവെച്ചിരിക്കുന്ന സ്പെഷ്യലാ. അപമാനിക്കപ്പെട്ടത് ഒരു യോഗ്യതയായിട്ട് അവരെണ്ണി. ആ എണ്ണത്തിനകത്ത് നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്നതിന്റെ പേരിലുണ്ടോ? നിങ്ങൾ ക്രിസ്തുവിനെ വിളിക്കുന്നതിന്റെ പേരിലുണ്ടോ? നിങ്ങൾ പാരമ്പര്യം അനുഷ്ഠിക്കാത്തതിന്റെ പേരിൽ, അതോ രക്ഷപ്പെടാൻ വേണ്ടി നടക്കുന്നവരാണോ? നിങ്ങൾ പാറപ്പുറത്താ. രക്ഷപ്പെടാൻ നടക്കുന്ന ഒറ്റ എണ്ണം നല്ല നിലത്തല്ല, പാറപ്പുറത്താ. ഞെരുക്കോ ഉപദ്രവോ ഉണ്ടാകുമ്പോൾ ആരും അറിയാതെ സൂക്ഷിച്ചു വെക്കുന്ന ഒക്കെ പാറയിലാ. പാറയിലുള്ളതിന്റെ ലക്ഷണം പ്രാർത്ഥിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോ എവിടെ പോയാന്ന് ചോദിച്ചപ്പോ ചന്തയിൽ പോയതാ, മരുന്ന് മേടിക്കാൻ പോയതാന്ന്. ഏതാ? പാറപ്പുറത്താ. സത്യസുവിശേഷത്തിന് എതിര് നിൽക്കുന്നവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ കമാന്നൊരക്ഷരം മിണ്ടിയല്ല. നീ വിളിച്ചപ്പോ ഞാൻ വചനം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. ലക്ഷണം എന്താണെന്നറിയോ? പാറപ്പുറത്ത് വീണ വിത്ത. ആരാധനയ്ക്ക് വന്നപ്പോ ഫോൺ വിളിച്ചു, 10 മിസ് കോള്. തിരിച്ചിറങ്ങിയപ്പോ പറയാ ഹോട്ടലിൽ ചായ കുടിക്കുമായിരുന്നു. പാറപ്പുറത്താ. പറയാൻ പറ്റണം, ഞാൻ ആരാധിപ്പാൻ പോയിരിക്കുകയായിരുന്നു. എവിടെയാ? പള്ളിയിലാണോ? ആര് പോകാൻ? ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയിലായിരുന്നു ഞാൻ. ആ സമയത്തെ ഫോണൊക്കെ സൈലന്റ് ചെയ്ത് വെക്കും. കോളൊന്നുമല്ല എനിക്ക് ഇമ്പോർട്ടന്റ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു വിശ്വാസി എവിടെയോ സ്വതന്ത്രനായി നിന്ന് ജയിച്ചു. ഞായറാഴ്ച ദിവസം അവരുടെ സത്യപ്രതിജ്ഞ വെച്ചിരിക്കുക. ഞായറാഴ്ച വിശ്വാസി ഒരു ലെറ്റർ എഴുതി, ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ഞായറാഴ്ച എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത പ്രധാനപ്പെട്ട ഒരു യോഗമുണ്ട്. അതിന്റെ പേര് വിശുദ്ധ ആരാധന എന്നാണ്. അതുകൊണ്ട് ഞായറാഴ്ച സത്യപ്രതിജ്ഞയ്ക്ക് ഞാൻ ഉണ്ടാവുകയില്ല. കൈയടിച്ച് കത്താകുന്നു. അപ്പാണ് നിന്റെ തേങ്ങ, നിന്റെ മാങ്ങ, നിന്റെ കാലുവേദന, നിന്റെ അപ്പുറത്തെ വീട്ടിലെ മറ്റേ പരിപാടി. നടന്ന കാര്യം പറഞ്ഞു. ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്ന ഞായറാഴ്ച വെച്ചാൽ ഞങ്ങളെ കിട്ടിയാലാന്ന് ഒരു ഹല്ലേലൂയ പറഞ്ഞു. സൂര്യൻ ഉദിച്ചപ്പോ ഉണങ്ങിയതാണ് പാറ. പുറത്ത് വീണ വിത്ത് കേട്ടോ. ഏതുദിച്ചപ്പോ? ഏതാ? സൂര്യൻ. പരീക്ഷകള്, വചനത്തെ പ്രതിയുള്ള പരീക്ഷകൾ. പ്രൈസ് ദി ലോർഡ്. വചനത്തെ പ്രതി ജോലിയില്ലാണ്ടായി പോയി, പ്രാർത്ഥിക്കാൻ പോയിട്ട് അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു, അയ്യോ അതുകൊണ്ട് എനിക്ക് പറ്റൂല ബ്രദർ. ക്രിസ്തുവിനെ സ്വീകരിച്ചതിനെ പ്രതി, വചനത്തെ സ്വീകരിച്ചതിനെ പ്രതി ഞെരുക്കങ്ങളും പീഡകളും ഉണ്ടാകുന്നത് ഒരു സൂര്യൻ ഉദിച്ചതുപോലെയുള്ള പരീക്ഷയാണ് എന്ന് തിരിച്ചറിഞ്ഞു. തന്റെ ജീവിതത്തിൽ അതിനെ ഉണ്ടാകുമ്പോൾ താൻ അതിനെ ജയിക്കേണ്ടതാണ് എന്ന് തിരിച്ചറിയാതെ പോകുന്നവരും പാറപ്പുറത്ത് കിടക്കുന്ന വിത്തുകളാണ്. പ്രതികൂലവും ഞെരുക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഈ അറിവ് വരുന്നില്ല, ഇതിങ്ങോട്ട് പുറത്തേക്ക് വരുന്നില്ല. ഇത് എനിക്ക് കിട്ടിയിരിക്കുന്നതാണ്, മെഡലാണ്, ഇതിന് സ്തോത്രം ചെയ്യേണ്ടതാണ്, ഹല്ലേലൂയ. അതിന് വരെ എനിക്കൊരു സന്തോഷമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്ത്രീ, ഒരു ഭാര്യ, അവൾ വഴിയരികെ വീണ വിത്തായിരുന്നു. അവളുടെ കെട്ടിയോൻ ഈ രണ്ടാമത്തെ സ്റ്റേജാ. വിശ്വസിച്ചു, രക്ഷ പ്രാപിച്ചു, കർത്താവിനെ സ്വീകരിക്കാൻ സ്നാനപ്പെടാൻ പോയി പുഴ വരെ നോക്കിയവനാ, വീണുപോയി. ഏതാ? പാറപ്പുറത്ത് വീണ വിത്ത്. വചനത്തെ പ്രതി അവൾ പ്രശ്നം ഉണ്ടാക്കി. അവൾ തലമുടിയൊക്കെ വലിച്ചു കയറി ഭ്രാന്തിയെ പോലെ അഭ്യാസം കാണിച്ചു, ബഹളം ഉണ്ടാക്കി. ഇവൻ പേടിച്ചു പോയി, സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. അവൻ ഭയപ്പെട്ട് പിന്മാറി.
പാറപ്പുറത്ത് വീഴുന്ന വിത്തുകളാണിത്. വേറെ ഒരുത്തൻ വചനമൊക്കെ കേട്ടു, അവൻ വിശ്വസിച്ചു, രക്ഷ പ്രാപിച്ചു. അതിനെന്നാണ് ചവച്ചോണ്ട് കിടക്കുക, ബീഡി വലിക്കുകയായിരുന്നു. ചവച്ചോണ്ട് കിടക്കുക. എന്നാ ചവച്ചോണ്ട് കിടക്കുന്ന ചോദിച്ചാൽ കുരുമുളകൊക്കെ വായിലിട്ട് ഇങ്ങനെ ചവച്ചോണ്ട് കിടക്കുക, ബീഡി വലിക്ക് തോന്നാതിരിക്കാൻ. കാരണം കർത്താവിനോട് അത്രത്തോളം സ്നേഹമായി. എന്നിട്ട് കർത്താവിനോട് ചേരുന്നതിന് മുമ്പ് അവന്റെ വീട്ടുകാരെ വിവരം അറിയിക്കാൻ വേണ്ടി പോയത്. അവരെല്ലാം കൂടി ഇവനെ അങ്ങോട്ട് കുമ്പസാരിപ്പിച്ചു. അതോടുകൂടെ തീർന്നു. അതാണ് ഈ പാറപ്പുറത്ത് വീണ വിത്ത്. എന്ന് അപ്പുറം ഇപ്പുറം കാലി വെച്ചോണ്ടിരിക്കും. അത്യാവശ്യം അടിക്കുമെങ്കിലും ഇടയ്ക്കൊക്കെ വചനം കേൾക്കുകയും ചെയ്യും. ഒരു ഹല്ലേലൂയ പറഞ്ഞു ഒരു കാര്യവും ഇല്ല. ലൂക്ക 8:13. പാറമേലുള്ളവരോ കേൾക്കുമ്പോൾ വചനം സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവർ എങ്കിലും, കേൾക്കുമ്പോൾ സന്തോഷത്തോടെ വചനത്തെ കൈക്കൊള്ളുന്നവരെങ്കിലും അവർക്ക് വേരില്ല. ക്രിസ്തുവിലേക്ക്, വചനത്തിന്റെ ആഴങ്ങളിലേക്ക് അവർക്ക് ഇറങ്ങാൻ വേരില്ല. അവർ തൽക്കാലം വിശ്വസിക്കുകയും പരീക്ഷ സമയത്ത് പിൻവാങ്ങി പോവുകയും ചെയ്യുന്നു. ചർച്ച വരുമ്പോ ഭയങ്കര വിശ്വാസവും പ്രാർത്ഥനയാ. പരീക്ഷ ഉണ്ടാകും, എന്താകും? എനിക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന മൂഡില്ല, പഠിക്കുമ്പോൾ ഞാനിന്ന് ആ മീറ്റിങ്ങിനൊന്നും വരുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് പലരെ ഓർമ്മ വരും. ചിലപ്പോൾ നിങ്ങളെ തന്നെ ഓർമ്മ വരും. നിങ്ങളെ തന്നെ ഓർമ്മ വന്നാൽ രക്ഷപ്പെട്ടു. ഒരു പലരെ ഓർമ്മിച്ചോണ്ടിരുന്ന നീ ഒന്നും ഓർത്തോണ്ടിരിക്കത്തേ ഉള്ളൂ. ഒരു ഹല്ലേലൂയ പറഞ്ഞു. അപ്പൊ നമുക്കുണ്ടാകുന്ന നിന്ദ, ക്രിസ്തുവിലേക്ക് വന്നതിന്റെ പേരിലുണ്ടാകുന്ന പരിഹാസം, തിരസ്കരണം, മാറ്റി നിർത്തുക, പീഡനങ്ങൾ, ഉപദ്രവങ്ങൾ, ഹല്ലേലൂയ, ഇതൊക്കെ ഉണ്ടാകും. പുറകോട്ട് പോകുന്നവരാണ് പിന്മാറ്റത്തിലുള്ളവർ. അവർക്ക് അതിനെ സന്തോഷമായി എണ്ണാൻ പറ്റുന്നില്ല. ഇനി നിങ്ങൾ ഇതിലേക്ക് വന്നപ്പോൾ വചനത്തെ പ്രതി അല്ലാതെയും വേറെ വഴിക്കും ചില ഉപദ്രവങ്ങളും പരീക്ഷകളും ഒക്കെ ഉണ്ടാകും. അതും നിങ്ങൾ അതിനകത്ത് മോചനം പ്രാപിക്കുന്നില്ലെങ്കിൽ പാറപ്പുറത്ത് വീണ വിത്തുകളാണ്. ഈ പാറപ്പുറത്ത് വിത്ത് ആയവര് ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനും ശുശ്രൂഷയ്ക്കും ഒക്കെ ഇറങ്ങി വന്നാൽ അവസാനം അവരുടെ വിശ്വാസം പോലും നഷ്ടമായി പോകും. 1 പത്രോസ് 4:13. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിക്കൊള്ളുവിൻ. എന്ത് ചെയ്യണം? സന്തോഷിച്ചുകൊള്ളുവിൻ. സന്തോഷിക്കുക. വചനം അതുപോലെ ഉള്ളിൽ കയറ്റി വെച്ചോണം കേട്ടോ. ഓക്കെ മറിയാമേ, ഇനി ഇതൊന്നും പറഞ്ഞോണ്ട് ഞാൻ വരത്തില്ല. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും. അപ്പൊ ഏതാ? ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് എന്താ പങ്ക് കിട്ടുകയാ. പങ്കുള്ളവരാകും തോറും എന്താ ചെയ്യണം? ബ്രദർ എന്നെ കാണുന്നില്ലേ, വരുന്നില്ലേ, പ്രവർത്തിക്കുന്നില്ലേ? ആണോ? സന്തോഷിച്ചോളാൻ പങ്ക് കിട്ടും തോറും. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ, അതു ചിന്തയിലടങ്ങാം സിന്ധു സമാനം കാണുന്നു ഞാൻ. എന്തതിശയമേ ഇതൊക്കെ തിരിച്ചറിയുമ്പോഴാണ് പാടുന്നത്. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നോടി നേരത്തേക്കേ ഉള്ളൂന്ന്. എപ്പ വരെയാ? പ്രിയന്റെ വരവിൽ ധ്വനി മുഴങ്ങി. അപ്പൊ നൊടി നേരത്തേക്ക് കഷ്ടമുള്ളന്ന്. എപ്പ വരെ? പ്രിയന്റെ വരവിൽ. കൂടിപ്പോയ എത്ര വരെയാ നിനക്ക് കഷ്ടത? പ്രിയന്റെ വരവ് വരെ. അപ്പൊ കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ. ചിലര് 2 ദിവസം കഴിയുമ്പോ ബ്രദർ വന്ന് കാലുകുത്തിയിട്ടുണ്ട്, ശക്തി വെളിപ്പെട്ടിട്ടുണ്ട്, ഇനി എന്റെ കഷ്ടത ഇതോടെ തീരാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. എടാ, നിങ്ങൾക്കത് പങ്കുകാരാക്കിയിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ ക്രൂശിന്റെ മഹത്വം നിങ്ങൾക്ക് തരാൻ
കർത്താവിന്റെ തേജസ് അല്പം തരാൻ കർത്താവ് നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒക്കെ കഷ്ടങ്ങളിൽ നിൽക്കും. എപ്പോ വരെ? പ്രിയന്റെ വരവിൽ, അല്ലേ? അതുവരെ കിട്ടാൻ വേണ്ടി സ്തോത്രം ചെയ്തോണം. ഭാഗ്യം വേണം. ഇത് മുട്ടുവേദന മാറണം, കാലുവേദന മാറണം, സന്തോഷം കിട്ടണം, സൗഭാഗ്യം കിട്ടണം, വലിയ വീട് വേണം, അല്ലെ? പെണ്ണ് കിട്ടണം, കൊച്ചുണ്ടാകണം, വലിയ ജോലി കിട്ടണം. ഇതൊക്കെയാണ് പ്രാർത്ഥനയും ആശയും. കർത്താവിന്റെ ക്രൂശൊന്നും വേണ്ട. എന്റെ ക്രൂശ് വഹിക്കാതെ എന്റെ പിന്നാലെ വരുന്നവൻ എനിക്ക്, കർത്താവ് നിങ്ങൾക്ക് വല്ല പങ്കും തരുന്നുണ്ടെങ്കിൽ സ്തോത്രത്തോടെ സ്വീകരിച്ച് ഹല്ലേലൂയ പാടി അവനെ ജയിച്ചോണം. ഏതിനെയാ ജയിക്കേണ്ടത്? നിങ്ങളുടെ മനോഭാവത്തെ നിങ്ങൾ തോൽപ്പിച്ചാൽ നിങ്ങൾ അതിനകത്ത് ജയം പ്രാപിച്ചവരായി. അയ്യോ, എന്റെ തലമുടി മുഴുവൻ പൊഴിയുന്നേ, ഒരുത്തൻ കരഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് രാവിലെ തൊട്ട് ചുണ്ണാമ്പ് തേക്കുന്നു, അലുവാക്കഷ്ണം എടുത്ത് തേക്കുന്നു, വെള്ളത്തിൽ കുറെ അതും ഇതും ഗോതമ്പുണ്ടിയൊക്കെ ഇടുന്നു, അതെല്ലാം കൂടെ ആറ്റിച്ചാറ്റി തലയിൽ തൂത്തോണ്ടിരിക്കുന്നു. അവസാനം ഒട്ടും മുടിയില്ലാതെ സകല ബ്രദർമാരെ കൊണ്ട് തലയെ കൈ വെപ്പിച്ചിട്ട് അവര് കൈ വെച്ചോടത്തെ മുടിയും പറഞ്ഞു പോയി. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഇവിടെ എന്നാ നീ അതിൻ്റെ അകത്തുനിന്ന് കരകയറുന്നത്, രക്ഷ പ്രാപിക്കുന്നത്, പുറത്തു വരുന്നത്, സ്തോത്രം ചെയ്യാൻ തുടങ്ങുന്നത്, സന്തോഷത്തോടെ പറയാൻ തുടങ്ങുന്നത്? ഒന്നുകൂടെ വായിച്ച്, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. ഇവിടെ വെച്ച് നിങ്ങളുടെ കഷ്ടങ്ങളുടെ ഉപദ്രവങ്ങൾക്ക് നിങ്ങൾ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ കർത്താവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് ഉല്ലാസാഘോഷത്തിൽ പങ്കെടുക്കാൻ പറ്റാതെയായി പോകും. അതുകൊണ്ട് ഓ കർത്താവിനെ പ്രതി സന്തോഷിപ്പേ. 4:14 വായിച്ചേ. 1 പത്രോസ് 4:14. ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ദ സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. യേശു ക്രിസ്തുവിന്റെ നാമത്തെ പ്രതി നിങ്ങൾക്ക് നിന്ദ ലഭിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവും. അതൊന്നും കളഞ്ഞേക്കരുത് കേട്ടോ. എങ്ങനെങ്കിലും നിന്ന കിട്ടാതിരിക്കാൻ വേണ്ടിയുള്ള സൂത്രപ്പണിക്ക് പോകുന്ന അമ്മച്ചിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്, സഹോദരങ്ങളെ കണ്ടിട്ടുണ്ട്. നിന്ന കിട്ടാതിരിക്കാൻ അവരുടെ ശ്രദ്ധ. ഇവിടെ ഒരു 10 നിന്ന നിനക്ക് കിട്ടണം. നിന്റെ സഹോദരൻ നിന്നെ നിന്നിച്ച് കുഴിയിലിറക്കിയ പോലെ ആകണം. എങ്കിൽ കർത്താവിന്റെ വരവിൽ നിനക്ക് സന്തോഷിക്കാൻ പറ്റുമില്ല, നീ അവിടെ കടക്കും. നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ആരാ? ഭാഗ്യവാന്മാർ. ഭാഗ്യം ഭാഗ്യം, ഇന്നത്തെ ഭാഗ്യം, നാളത്തെ ഭാഗ്യം. പ്രൈസലോ. ഇന്ന് 2 മണിക്ക് ഭാഗ്യം നിങ്ങളെ തേടിയെത്തുന്നു. നാളെ 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 നിറയ്ക്കൊടുക്കുന്ന ഭാഗ്യം ആർക്ക് വേണം? ആർക്ക് വേണം? ഈ ഭാഗ്യവാൻ ഇതിനിടയിലുണ്ട്. എടുക്കൂ. ഹല്ലേലൂയ. ആ ഭാഗ്യമാണോ? അല്ല. പ്രൈസ് ദി ലോർഡ്. നിന്നെ ഉപദ്രവവും ക്രിസ്തുവിനെ പ്രതി തിരസ്കരണമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളാണ് ആ ഭാഗ്യമുള്ളവർ. ചിലർ ഈ വലിയ ഭാഗ്യത്തെ കളഞ്ഞോണ്ട് നടക്കുക. എങ്ങനെ ഭാഗ്യം വരുമ്പോ അവര് വഴിമാറും, പ്രതികളുടെ ഭാഗ്യം വരുമ്പോ അവരിങ്ങോട്ടും പോകും. എന്താ ഇതിന്റെ അർത്ഥം? നിങ്ങൾക്ക് ഈ നിന്ദ ലഭിക്കുന്നുണ്ടെങ്കിൽ എന്താ കാര്യം? വായിച്ചേ. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. നിങ്ങളുടെ മേൽ മഹത്വത്തിന്റെ ആത്മാവ് വന്നിരിക്കുന്നത് കൊണ്ടാണ് അവര് നിങ്ങളെ നിന്ദിക്കുന്നത്. കാരണം അവർ ലോകത്തിൻ്റെതാണ്, അവർ ചപ്പും ചവറുമാണ്, അവർ വിശ്വസിക്കാത്തവരാണ്, അവർ രക്ഷിക്കപ്പെടാത്തവരാണ്. അവർ ദൈവാത്മാവുള്ള നിന്നെ കണ്ടു കഴിയുമ്പോ അവർക്ക് 2 എണ്ണം നിന്നോട് പറയാൻ തോന്നും. അതിന്റെ കാരണം തിരിച്ചറിയേണ്ടത്. 2 എണ്ണം പറയുമോ, ദൈവാത്മാവ്, മഹത്വത്തിന്റെ ആത്മാവ് എന്റെ മേലുള്ളത് കൊണ്ട് അത് സംഭവിച്ചു. 4:16 വായിച്ചേ. ക്രിസ്ത്യാനായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ. ആരാ ക്രിസ്ത്യാനി? വിഗ്രഹം ആരാധിക്കുന്നവനല്ല, ചുമന്നുകൊണ്ട് നടക്കുന്നവനല്ല, മുത്തുന്നവനല്ല, കൊന്തയെല്ലിക്കൊണ്ടിരിക്കുന്നവനല്ല ക്രിസ്ത്യാനി. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവൻ, വചനത്താൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ച് വചനത്തിന്റെ പാതയിൽ നടക്കുന്ന ക്രിസ്ത്യാനി. അവനോട് പറയാണ്, നീ കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ലജ്ജിക്കരുത്. നിന്റെ വീട്ടുകാര് നിനക്ക് കഷ്ടം തന്നാൽ, നിനക്ക് ബുദ്ധിമുട്ട്, നീ എന്തിനാ ലജ്ജിക്കുന്നത്? അതിനെ പ്രശംസിക്ക്. ഓ, നീ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഇതുവരെ വീടൊന്നും ആയില്ലല്ലേ? നീ കുറെ പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവർക്കെല്ലാം സൗഖ്യം കിട്ടിയില്ലോ. നിന്റെ നടുവേദന ഇതുവരെ മാറിയില്ലല്ലേ? ഷുഗറിനൊക്കെ ഇപ്പൊ മരുന്നൊക്കെ കഴിക്കുന്നുണ്ടോടാ?
മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നതിനാൽ ക്രിസ്ത്യാനിയായിട്ട് ക്രിസ്തുവിനെ ധരിച്ചതിന്റെ പേരിൽ കഷ്ടത നിനക്ക് വന്നാൽ നീ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എത്രേ വേണ്ടത്. എത്ര പേര് ധരിച്ചിട്ടുണ്ട് ഈ നാമത്തെ? സ്നാനത്താൽ നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ധരിച്ചവരായ നിങ്ങൾ ഹല്ലേലൂയ ദൈവത്തെ മഹത്വപ്പെടുത്തുക കഷ്ടതകളിൽ. കേട്ടോ, എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. ഇപ്പൊ എന്താ കാര്യോ എന്നോ അതുപോലെ എല്ലാ നീറ്റിലും പറയുന്ന പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ബ്രദർ. എന്നെ എന്റെ മക്കള് നോക്കൂല ബ്രദർ. ഒരു ഹല്ലേലൂയ പറഞ്ഞു. നമ്മുടെ കർത്താവിനെ നോക്കൂ. ഇതെല്ലാം പൂ പോലെ ഏറ്റെടുത്തവനാണ്. തിരസ്കരണത്തെ അവൻ കളഞ്ഞില്ല. മുഖത്ത് തുപ്പിയപ്പോൾ മുഖം തിരിച്ചില്ല. വലത് കരണം തടിച്ചപ്പോൾ ഇടത് കരണം കാണിച്ചു കൊടുത്തു. മുതുക് കാണിച്ചു കൊടുത്തു. അവന്റെ വസ്ത്രം പറിച്ചൂരിയപ്പോൾ അവൻ ബഹളമുണ്ടാക്കി ഓടി മാറിയില്ല. വിധിയാളനായി അവനെ വിധിച്ചപ്പോൾ അവൻ ശപിച്ചില്ല. അറുക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അവൻ സ്തോത്രം ചെയ്തുകൊണ്ട് താൻ ആരാണ്, താൻ എന്തിനു വന്നു, തന്റെ മേൽ ലഭിച്ചിരിക്കുന്ന വിളി എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ ശിരസ്സു കുനിച്ചു നിന്നു. അതുകൊണ്ടാണ് 1 പത്രോസ് 4:1 ഇങ്ങനെ പറയുന്നത്. 1 പത്രോസ് 4:1 ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ട്, തന്റെ ശരീരത്തിൽ ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. നിങ്ങളുടെ ആയുധമാണ് നിങ്ങളുടെ ജഡത്തിൽ ഉണ്ടാകുന്ന കഷ്ടതകൾ. ക്രിസ്തു തന്റെ കഷ്ടതകളെ തന്റെ ഫ്ലഷിൽ ഹല്ലേലൂയ അനുഭവിച്ചു. അതിന്റെ അർത്ഥം ശരീരത്തിൽ അതുണ്ടായി, പക്ഷെ അവൻ മനസ്സിൽ അത് ഏറ്റെടുത്തില്ല. യേശു ക്രൂശിൽ യാഗമായതുപോലും എങ്ങനെയാണെന്ന് ഹെബ്രായർ 2:9 പറഞ്ഞിരിക്കുന്നത്. ഹെബ്രായർ 2:9 വായിച്ച്. മരിക്കുമ്പോ പോലും ശ്രദ്ധിച്ച്, നിങ്ങൾ രക്തസാക്ഷികളൊന്നും ഇതുവരെ ആയിട്ടില്ല. ചിലരൊക്കെ കണ്ടിട്ടുണ്ട് രക്തസാക്ഷികളാകുന്നത്. അവരതിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ദർശനമൊക്കെ കൊടുത്തിട്ടുണ്ട് ചിലർക്ക്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ ഇപ്പൊ ഒരു തെറി കേട്ടാൽ നീ മുഖം തിരിക്കരുതെന്ന് അതിന്റെ അർത്ഥം കേട്ടോ. അന്ന് കൊല്ലാൻ കൊണ്ടുപോവുക. ഒരു ഹല്ലേലൂയ. അപ്പൊ അതിന് മുമ്പേ കിട്ടുന്നതൊക്കെ മേടിച്ചോണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. വായിച്ചേ. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം എന്താകാനാ? ആസ്വദിക്കാൻ. ഏത് കഷ്ടത ശരീരത്തിൽ ഏറ്റെടുത്തത് കണ്ടോ? മനസ്സിന് വല്ല കുഴപ്പമുണ്ടോ? ഹാപ്പിയാ അല്ലേ? ഹാപ്പി. മരണം ആസ്വദിക്കുന്നു. യേശു ക്രിസ്തുവിനെ പ്രതി കൊല്ലാൻ പോവാന്ന് കരയുമ്പോഴേക്കും രണ്ടിറ്റ് കണ്ണീര്. മക്കളൊക്കെ ഓർമ്മയിൽ, അപ്പനും അമ്മയും ഓർമ്മയിൽ, ഭാര്യ ഓർമ്മയിൽ. അങ്ങനെയാണോ? അല്ല. ഹല്ലേലൂയ. സന്തോഷത്തോടെ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം ഇതെത്ര മനോഹരമേ. ഹല്ലേലൂയ. അപ്പൊ ആണ് ഭർത്താവ് 2 തെറി പറഞ്ഞു, മുട്ട കുഴിച്ചിട്ടെന്നും പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്ന പ്രതികൂലങ്ങളെയൊക്കെ അതിജീവിക്കുന്നവരാണോ? നിങ്ങളെ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. ഇതാണ് 2ാമത്തെ വിത്ത് കേട്ടോ. പ്രതികൂലങ്ങൾ വരുമ്പോൾ വീണ് പോവുക, ഉപദ്രവം വരുമ്പോൾ കരയുക, നിലവിളിക്കുക, പ്രാർത്ഥിക്കാൻ പറ്റാതെ പോവുക, പ്രാർത്ഥനയ്ക്ക് പോകാതിരിക്കുക, വ്യക്തരമായ പ്രാർത്ഥന പോവുക, സങ്കടപ്പെട്ടുകൊണ്ട് നടക്കുക. ഇതൊക്കെയാണ് പാറപ്പുറത്ത് വീണ ഉപദ്രവവും ഞെരുക്കവും ഒക്കെ ഉണ്ടാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി 3ാമത്തെ ഏതാണ്? 3ാമത്തെ
മുള്ളിനിടയിൽ വീണ വിത്ത്. ഇപ്പൊ 2 സ്റ്റേജ് കണ്ടു, ഇനി 3-ാമത്തെയാണ് കേട്ടോ. മുള്ളിനിടയിൽ വീണ വിത്ത്. മത്തായി 13:7. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു. വിത്ത് വിതയ്ക്കാരൻ പുറപ്പെട്ടപ്പോൾ വഴിയരികെ വീണു, പറവ് കൊത്തി, പാറപ്പുറത്ത് വീണു, വേരില്ലാതെ സൂര്യനുദിച്ച് ഉണങ്ങിപ്പോയി. 3-ാമത്തെ തലം ചിലത് മുള്ളിനിടയിൽ വീണു. മുള്ളു മുളച്ച് വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മുള്ള് മുളച്ച് വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. ഈ 3-ാമത്തെ സ്റ്റേജിൽ ഞാൻ കുറെ വട്ടം ചുറ്റിയതാണ് കേട്ടോ. 3-ാമത്തെ സ്റ്റേജിൽ ഞാൻ കുറെ വീണും പോയിട്ടുണ്ട്. അവിടുന്നാണ് 4-ാമത്തെ സ്റ്റേജിലേക്ക് എഴുന്നേറ്റത്. ഈ 2-ാമത്തെ സ്റ്റേജൊക്കെ ഈസി ആയിട്ട് ഞാൻ കൈകാര്യം ചെയ്തു. 1-ാമത്തതും കൈകാര്യം ചെയ്തു. 1-ാമത്തെ ഒന്നും വലിയ വിഷയമില്ല. വിശ്വസിച്ചു, രക്ഷിക്കപ്പെട്ടു. റീനയും വിശ്വസിച്ചു, രക്ഷിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. 2-ാമത്തെ പാറ സ്ഥലത്ത് എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അതിനൊക്കെ ഞാൻ അതിജീവിച്ചു. പ്രതികൂലം, ഞെരുക്കം, ബുദ്ധിമുട്ട്, പട്ടിണി കിടന്നു, തിന്നാനില്ലാതിരുന്നു. 1-2 ദിവസമല്ല, ആഴ്ചയോളം ഒന്നും കഴിക്കാനില്ലാതെ വോമിറ്റ് ചെയ്തിട്ടുണ്ട്. സ്വന്തക്കാരും ബന്ധുക്കളും പ്രിയപ്പെട്ടവരും ഒക്കെ തള്ളി പറഞ്ഞു, ശത്രുക്കളാക്കി, നിന്ദ ചെയ്തു, തെറി വിളിച്ചു, മുഖം തിരിച്ച് കടന്നുപോയി, ഒരു വാക്ക് പറയാൻ കഴിയാത്ത വിധത്തിലാക്കി, എന്തൊക്കെ ഉണ്ടായി. ഇതിനൊക്കെ ജയിച്ചു. ഞാൻ വീണുപോയ ഇടമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾ ഇതിനു മുമ്പ് വീണിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിലും വീഴാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ സ്തോത്രം, ഹല്ലേലൂയ. കാരണം എത്രയോ ശ്രേഷ്ഠരാണ് നിങ്ങൾ. സത്യത്തിൽ ഇതൊക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത് വലിയൊരു അനുഗ്രഹം കേട്ടോ. ഇത് കണ്ടുപിടിച്ചാലേ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് മുകളിലോട്ട് കയറാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇങ്ങനെ ഇതിനകത്ത് തന്നെ കിടക്കും, പാറപ്പുറത്തും മുള്ളിനിടയിൽ. അപ്പൊ മുള്ളിനിടയിൽ വീണ വിത്ത് എന്താണ്? വിത്ത് വീണു, ഇത് മുളച്ചു, മുളച്ചു വളർന്നു, അതിനെ ഞെരുക്കി കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മത്തായി 13:22 വായിച്ചേ. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും. ഗീതന്റെ ഉള്ളിൽ എന്താണ്? ലോകത്തിന്റെ ചിന്ത നാളെ എന്താകും കർത്താവേ, ഒരു 600 രൂപയെങ്കിലും കിട്ടണമേ. കർത്താവേ, ഇന്നത്തെ ഈ കാര്യം എന്ത് ചെയ്യും? നാളത്തെ കാര്യം എന്താക്കും? എവിടെ പോകും? ഈ പരീക്ഷ മുഴുവൻ പഠിക്കാൻ പോയി അവസാനം തോറ്റ് വീട്ടിൽ വന്നിരുന്നാണ് സ്ഥിതി. അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ജയിച്ചില്ല, എല്ലാം തോറ്റു, ഒരു വടി കടന്നു, 2-ാമത്തേന് പോയി. പ്രൈസ് ദി ലോർഡ്. ലോകത്തെ കുറിച്ചുള്ള ചിന്ത, ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും, സമ്പത്ത് ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നതാകുന്നു. വചനം ഫലം പുറപ്പെടുവിക്കാൻ പറ്റാതെ പോവുകയാണ്. ഏതാണ് പറയില്ലേ, പൈസക്ക് പൈസ വേണ്ടേ, അതില്ലാണ്ട് വരുന്നു. ധനം വഞ്ചിക്കുന്നു, സമ്പത്ത്. ലോകം ഇങ്ങനെ നമ്മുടെ മുന്നിൽ അതിവിശാലമായി പോകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ലോകത്ത് ജീവിക്കണ്ടേ, പിള്ളേരെ പഠിപ്പിക്ക. എത്ര പേരെന്നോട് ചോദിച്ചു, ഇതുങ്ങളെയൊക്കെ പഠിപ്പിക്കണ്ടേ? പ്രൈസ് ദി ലോർഡ്. എനിക്ക് വീട്ടിൽ വിളിക്കുന്ന വേറൊരു പേരുണ്ട്, ബൈജു. സൈമണിന്റെ കൂടെ ചെറുതിൽ കുഞ്ഞുനാളിൽ വിളിച്ചുകൊണ്ടിരുന്നൊരു പേരാ ബൈജു. അതെല്ലാം കൂടെ വിളിച്ച നാട് മുഴുവൻ ബൈജു ആക്കി. പ്രൈസ് ദി ലോർഡ്. അപ്പം മൂത്ത പ്രൈസിനെ പഠിക്കാൻ വിടേണ്ട സമയത്ത് എല്ലാം ദൈവഹിതത്താലാ ഞങ്ങളത് പ്രാർത്ഥിച്ചു ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പ്രാർത്ഥിച്ചു എവിടെ വിടണമെന്ന്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളും പോയി അന്വേഷിച്ചു, കുറേ സ്കൂളുകളൊക്കെ. അപ്പോൾ ഒരു സ്കൂള് മറ്റേ CBSE നല്ല പൈസ ചിലവാണ് അവിടെ. കാരണം സിസ്റ്റർമാർ നടത്തുന്നതാണ്, അവർ പൈസ ഇല്ലാത്ത പരിപാടിയൊന്നും ഇല്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു. സാധാരണ നോർമൽ സ്കൂളുണ്ട്, ഇംഗ്ലീഷ് മീഡിയം അല്ലാത്തത്, അവിടെ വിടാമെന്ന് വിചാരിച്ചു. കാരണം 1000 രൂപ പോലും കൊണ്ടേക്ക് കെട്ടാൻ പൈസ ഇല്ല. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ഇന്ന സ്ഥലത്തുള്ള ഇന്ന സ്കൂളിൽ പോയിക്കോളാം. അടയാളങ്ങളൊക്കെ തന്നു. നോക്കിയപ്പോൾ അത് ഏതാ CBSE സ്കൂളാണ്. ഉടനെ തീരുമാനം എടുത്ത് ചേർക്കാൻ പൈസയൊന്നും കയ്യിലില്ല. അപ്പം 1-2 പേരെന്നോട് പറഞ്ഞു, ബൈജു ആളും തരവക്കാരന് വേണ്ടേ കളിക്കാൻ, നിനക്ക് CBSE വിട്ടാൽ എങ്ങനെ ഇതൊക്കെ പഠിപ്പിക്കുക? CBSE വിട്ട് ആദ്യത്തെ മുതലാ പുറകിലിരിക്കുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞു. പഠിപ്പിക്കണ്ടേ, ഫീസ് കൊടുക്കണ്ടേ? അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ചിന്തയാണ്
ധനം എങ്ങനെ ഉണ്ടാക്കാം. അപ്പോഴാണ് ഒരാൾ ഒരു കുറിപ്പ് ചാർട്ടൊക്കെ ആയിട്ട് വരുന്നത്. എ ബി, എയിനെ ചേർത്താൽ 700, ബിനെ ചേർത്താൽ 700, 1400 രണ്ടുപേരെ ചേർത്താൽ ഇത് വല്ല പ്രശ്നമുണ്ട്. ഇതെല്ലാം ഔദ്യോഗികമായി ഉള്ളതാണ്, നിയമപരമായിട്ട് പ്രസിഡന്റിന്റെ അളിയനായി ഇത് ചെയ്യുന്നത്. ഓരോ സാധനം കൊണ്ട് ഓരോരുത്തർ വരും. അപ്പൊ നമ്മളും പതുക്കെ വിചാരിക്കുന്നു എയിനെയും ബിനെയും ചേർത്താൽ മതി. എത്തേരം ബന്ധങ്ങളാണ് ക്രൈസ്തവ ധനത്തിന്റെ വഞ്ചന അല്ലേ? കുറെ പൈസ പോയിട്ടില്ലേ? ഒരു കലേഷൻ പറഞ്ഞേ. മർക്കോസിന്റെ സുവിശേഷം 4:18. മർക്കോസ് 4:18. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേട്ടിട്ട് ഈ ലോകത്തിന്റെ ചിന്തകളും ധനത്തിന്റെ ലോകത്തിന്റെ ചിന്ത. ഇവിടെ ജീവിക്കണ്ടേ? എല്ലാരും ചോദിക്കുന്ന ഒരു കാര്യ അല്ലെങ്കിൽ ഇത് ജീവിക്കണ്ടേ? വല്ലതൊക്കെ തിന്നുകുടിച്ച് ഈ വാടക വീട്ടിൽ തന്നെ എപ്പോഴും അതാണ് ചിന്തകള്. അപ്പാണ് ഓരോ വീടൊക്കെ കാണുമ്പോ ഇങ്ങനെ എത്ര സ്ക്വയർ ഫീറ്റ് ഞാൻ എന്റെ കാര്യമായി പറയുന്നു കേട്ടാ. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേട്ടിട്ട് ഇഹലോകത്തിന്റെ ചിന്തകളും ധനത്തിന്റെ വഞ്ചനയും. പണത്തിന്റെ വഞ്ചന, വഞ്ചനാപൂർവം എങ്ങനെങ്കിലും പണം വരിക, പണം ഉണ്ടാക്കുക, മറ്റു വിഷയ മോഹങ്ങളും. അതിനിടയ്ക്ക് വേറെ ചില മോഹങ്ങളും വരും. ഇതെല്ലാം കൂടെ ഒന്നിച്ചു വരുന്ന ഇടമാണ് ഏത്? മുള്ളിനിടയിൽ. കേട്ടോ ഏതാ? ലോകചിന്ത, ധനത്തിന്റെ ചിന്ത, മറ്റ് വിഷയമോഹങ്ങൾ എവിടെ കിടക്കും? അകത്ത് ചിന്തയിൽ, മനസ്സിൽ, ഹൃദയത്തിൽ, ഭാവനയിൽ കടന്നിട്ട് വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി തീർക്കുന്നതാണ്. നമ്മുടെ ഉള്ളിൽ വന്ന വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി തീർക്കുന്നു. നിന്റെ ചിന്ത എന്താണ്? നീ എന്താണ് ദിവാസ്വപ്നം കാണുന്നത്? നീ എന്താണ് ഭാവന കാണുന്നത്? ഏത് ചിന്തിച്ചിരിക്കുമ്പോഴാണ് നിനക്ക് കുളിര് പോലും സന്തോഷം തോന്നുന്നത്? ഹല്ലേലൂയ പറഞ്ഞേ. ആ വിഷയമോഹങ്ങൾക്ക് ഇംഗ്ലീഷിൽ കൊടുത്തേക്കുന്ന ലെസ്റ്റ് ആണ്. ലെസ്റ്റ് ഓഫ് അതർ തിങ്സ് എൻറ്ററിങ്. ലെസ്റ്റ് വരിക, മോഹങ്ങൾ വരിക. മോഹങ്ങൾ. എല്ലാരും പറഞ്ഞ എന്താണ്? എന്താ മോഹങ്ങൾ? ജീവിത സുഖം അല്ലേ? എന്റെ ഈ ശാരിയിൽ ഇട്ടിട്ട് ആരും എന്നെ നോക്കിയില്ലപ്പ. പക്ഷെ ഞാൻ അന്ന് കഷ്ടപ്പെട്ട് ഒച്ചപ്പാടുണ്ടാക്കി ആ പൈസ ലോൺ എടുത്ത് മേടിച്ച സാരി എന്നെ കണ്ടപ്പോൾ എല്ലാരും നോക്കി. ജീവിത സുഖം. വേറെ ഒരുത്തൻ കാശൊന്നുമില്ല, കഷ്ടപ്പെട്ട് പറഞ്ഞ് ബ്രാൻഡഡ് ഷൂ, ബ്രാൻഡ് ബനിയൻ, അധ്വാനിച്ചുണ്ടാക്കിയതല്ല, ഇല്ലാത്ത കാശും മേടിച്ചുകൊണ്ടിട്ടിരിക്കുക. ബ്രാൻഡാണ് ജീവിത സുഖം. 10,000-ന്റെ 20,000-ന്റെ മൊബൈലൊന്നും പോരാ. 1.25 ലക്ഷം 2.25 ലക്ഷം രൂപയുടെ മൊബൈല് ഒന്നുമില്ല. മോഹം. അതാണ് മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടത്. ലെസ്റ്റ്. ജഡമോഹങ്ങൾ, ജഡത്തിന്റെ മോഹങ്ങൾ, ആസക്തികൾ, വിഷയമോഹ, ആസക്തി അല്ലേ? മദ്യം ഒഴിച്ച് കുടിക്കുന്ന കണ്ടപ്പോ തന്നെ ഒരുത്തന് ഇച്ചിരി കിട്ടിയാൽ കൊള്ളായിരുന്നു. കള്ള്. നിങ്ങൾക്കതൊന്നും ഉണ്ടാവില്ല, കാരണം നിങ്ങൾക്കതൊന്നും അല്ലല്ലോ വിഷയം. മദ്യവും കള്ളൊന്നും ഒരു ഹല്ലേലൂയ പറഞ്ഞേ. സെക്സ്. ചിലരിങ്ങനെ മേലോട്ട് പോയപ്പോ തന്നെ ആണറാ ഒരു ചെറിയ കുട്ടിപ്പാവാട കണ്ടു, ഉടനെ അത് നോക്കിക്കൊണ്ടിരിക്കുക. ഒരുത്തൻ നല്ല ബോഡിയൊക്കെ കാണിച്ചിങ്ങനെ നിൽക്കുന്നു, സന്തോഷത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. സെക്സ്. വിഷയമോഹങ്ങൾ, ജഡമോഹങ്ങൾ, ലോകത്തിന്റെ ചിന്ത, സമ്പത്തിന്റെ ചിന്ത. ഒരാള് എ ബി ചേർക്കാൻ പോയിട്ട് അയാളോട് പറഞ്ഞ എനിക്ക് ആ സ്ഥലമൊക്കെ മേടിക്കണം, എന്നിട്ട് പാവപ്പെട്ടവരെയൊക്കെ ശുശ്രൂഷിക്കണം. സത്യത്തില് ജഡത്തിന്റെ വഞ്ചനയാ. കുറച്ച് ആത്മീയതയുള്ളത് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കുക. ഒരു ഹല്ലേലൂയ പറഞ്ഞു.
ഞാൻ ചോദിച്ചു ഏത് സ്ഥലം? ഇതേ നമ്മുടെ വീട്ടിൽ തൊട്ടപ്പുറത്തെ ആ സ്ഥലം. എടാ, മുൾച്ചെടിയിൽ വീണ വിത്ത തിരിച്ചറിയുന്നുണ്ടോ? എന്നിട്ട് പിന്നെ ബ്രദർ അങ്ങനെ പറഞ്ഞില്ല, അതൊക്കെ ഇപ്പൊ കുറ്റം. പിന്നെ ബ്രദറിന് പറയാതിരിക്കാൻ പറ്റുമോ? ഈ തിരിച്ചറിഞ്ഞതും അനുഭവിച്ചതും പോയ വഴി മുള്ളിന്റെ ഇടയിൽ നിന്ന് കഷ്ടപ്പെട്ട് എങ്ങനെയാ രക്ഷപ്പെട്ടെന്ന് എനിക്കല്ലേ അറിയാവുള്ളൂ. ഒരു കലലി ഓർത്ത് അപ്പൊ ലോകചിന്ത, ധനചിന്ത, മറ്റു വിഷയമോഹങ്ങൾ നിരന്തരമായി നിന്റെ ആത്മജീവിതത്തെ ഞെരുക്കിക്കൊണ്ടിരിക്കും കേട്ടോ. അതാ, നീ ഒന്ന് സ്വതന്ത്രമാകും, 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും വീഴും. ഇല്ല, പോകുന്ന സ്ഥലത്ത്, ജോലി ചെയ്യുന്ന സ്ഥലത്ത് പ്രൈസലോ ആ വിഷയമോഹം കയറി വന്നു. അത് ഭരിച്ചുകൊണ്ടിരിക്കുക. കുറേ ദിവസം ഫോൺ വിളി, സംസാരം. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതാ. വേറെ ഒരു ഭോഗമുണ്ട്. ഏതാണെന്നറിയാമോ? വേറൊരു ഭോഗാസക്തി, സംസാരഭോഗം. ലൂക്ക 8:14 വായിച്ചേ. ലൂക്ക 8:14. മുള്ളിനിടയിൽ വീണതോ കേൾക്കുന്നവർ എങ്കിലും പോയി, കേൾക്കും വചനമൊക്കെ കേൾക്കുന്നവരെങ്കിലും അവര് വിശ്വസിച്ചു, അവർ രക്ഷിക്കപ്പെട്ടു, അവര് പോയി ചിന്തകളാലും ധനത്താലും സംസാര ഭോഗങ്ങളാലും ഞെരുങ്ങി. ഓ, ഭയങ്കര ചിന്തയാ. എനിക്ക് പ്രാർത്ഥിക്കൂ. എന്നാ ചിന്തിക്കുന്നത്? എങ്ങനെ വെറുതെ അതും ഇതും ചിന്തിക്കുമ്പോ ഒരു സുഖം. പ്രൈസ് ദി ലോർഡ്. ലോകചിന്ത, വീട് കിട്ടുന്ന ചിന്ത, അല്ലെ? ആരണ്ടൊക്കെ ഇത് കേട്ടോണ്ടിരിപ്പുണ്ട്. ചിന്ത കിടക്കുക, മുള്ളിനിടയിൽ കിടക്കുക. നിന്റെ പൊസിഷൻ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി തരിക. നിന്റെ ഫൈറ്റ് അതിനോടാണ്, നിന്റെ യുദ്ധം അതിനോടാണ്. മുള്ളിനിടയിൽ വീണതോ കേൾക്കുന്നവരെങ്കിലും പോയി ചിന്തകളാലും ധനത്താലും സംസാര ഭോഗങ്ങളാലും. ഏതാ? സംസാരഭോഗം. ചിലരിങ്ങനെ കിട്ടാൻ നോക്കിയിരിക്കുക. എനിക്കിങ്ങനെ സംസാരിച്ചിട്ട് എത്ര നേരം എന്നടുക്കായിരുന്നു. ഞാൻ അവളുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നു. എന്നാ തേങ്ങ ഇത്രയും സംസാരിക്കാനുള്ളൂ? കേൾക്കുന്നുണ്ടോ? സംസാരഭോഗം. വെള്ളം കോരാൻ പോയി. പണ്ടൊക്കെയാണല്ലോ ഈ കിണറ്റിൽ വെള്ളം കോരാൻ പോകുന്നത്. ഇപ്പൊ ഇല്ലല്ലോ, ഭാഗ്യം. വെള്ളം കോരാൻ പോയ ഭാര്യയെ കാണാനില്ല. 1/4 മണിക്കൂറായി. അടുക്കളയിൽ നിന്നൊരു മണം. മീൻ പറക്കാൻ വെച്ചിട്ട് പോയതാ. ഇവിടെ സംസാരഭോഗത്തിന് അടിമയാ. അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയായിട്ട് ഒരേ സംസാരം. എന്നെ ഈ കപ്പും ചവറും അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവിൽ നീ ശരിക്കും ഇരിക്കാൻ തുടങ്ങിയാണല്ലോ ആവശ്യമില്ലാത്ത സംസാരങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ തോന്നും. ചില സമയങ്ങളിൽ എനിക്ക് ചില ഫോണുകൾ എനിക്ക് കൂടുതലേറെ സംസാരിക്കാൻ പോലും തോന്നാറില്ല. ചുമ്മാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട സമയത്ത് അതും ഇതും പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാണിക്കാൻ ഒരു ഹല്ലേലൂയ പറഞ്ഞു. സംസാരഭോഗം. ആരെങ്കിലോടെങ്കിലും സംസാരിക്കണം ബ്രദർ. എനിക്ക് എടാ പൊന്നോടാവേ, രാവിലെ എഴുന്നേറ്റ് കർത്താവിനോട് സംസാരിക്കാൻ തുടങ്ങുക. പ്രൈസ് ദി ലോർഡ്. നീ ആശ്വസിപ്പിക്കപ്പെടും. ആരോടെങ്കിലും സംസാരിക്കാൻ പോയ അവസാനം അത് അഴിയാൻ വേണ്ടി കുറെ സമയം എടുക്കും. സംസാരഭോഗം. ചിലര് ഫോൺ വിളിച്ച് ഇങ്ങനെ അശുദ്ധ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് അവർക്ക് അതാ ഇഷ്ടം. പാപം നിറഞ്ഞതായ വാക്കുകൾ സംസാരിക്കുക. പ്രൈസ് ദി ലോർഡ്. എല്ലാ തരം ഭോഗാസക്തികളും ഉള്ള ജീവിതം മുൾപടർപ്പിനകത്ത് വിത്ത് വീണ ജീവിതമാണ്. പുറത്തു വരാൻ ആഗ്രഹമുണ്ടോ? പൂർണ്ണ മനസ്സോടെ ഏൽപ്പിച്ചു കൊടുക്കുക. ഉറച്ച തീരുമാനമെടുക്കുക. ഹൃദയം തുറന്ന് നാഥനെ വിളിച്ചപേക്ഷിക്കുക. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. മറ്റെന്തിനേക്കാളും മുള്ളിനിടയിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ ആഗ്രഹിക്കുക. എന്നെ വിടുവിച്ചവൻ നിങ്ങളെയും വിടുവിക്കൂ. ആഗ്രഹമുണ്ടെങ്കിൽ കൈ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചോ. സുതിച്ചോ ആരാധന 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 ആരാധന. സംസാര ഭോഗങ്ങളിൽ നിന്ന്, ലോക ചിന്തകളിൽ നിന്ന്, ധനത്തിന്റെ വഞ്ചനയിൽ നിന്ന്
വചനത്തെ ഞെരുക്കുന്ന ഈ മണ്ഡലത്തിൽ നിന്നെ വിടുവിക്കുവാൻ സ്വർഗത്തിലെ കരം ഇറങ്ങട്ടെ. വചനത്തിന്റെ അഗ്നി വെളിപ്പെടട്ടെ. ആത്മാവിന്റെ തീ ഇറങ്ങട്ടെ. ദൂതന്മാർ ഇറങ്ങി വരട്ടെ. എനിക്കിത് വേണ്ടപ്പോ, മോചനം പ്രാപിക്കണപ്പോ, വിടുതൽ വേണമേശുവേ. ഇത് കേട്ട് നിങ്ങൾ പോകരുത്. ഈ ദിവസങ്ങളിൽ, ഈ 1-2 ആഴ്ചകളിൽ ഇതിന്റെ മേൽ നിങ്ങൾ അടയിരിക്കണം. ഈ 3 നിലകളിലും ഏതെങ്കിലും നിങ്ങളുടെ ജീവിതവുമായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ അതിനകത്ത് ദൈവരാജ്യം വളർത്താൻ സാധ്യമല്ല. അതിനകത്ത് രക്ഷിക്കപ്പെട്ടവന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അതിനകത്ത് വിശ്വാസ ജീവിതം വിജയിച്ചു മുന്നേറാൻ സാധ്യമല്ല. കേട്ടോ, നടക്കിയല്ല. അതുകൊണ്ട് ഇവിടെ പറഞ്ഞുകൊള്ളുക. വഴികരികെ വീണ വിത്താണെങ്കിലും പാറപ്പുറത്ത് വീണ വിത്താണെങ്കിലും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പരീക്ഷ വരുമ്പോൾ വീഴുക, ഞെരുക്കം വരുമ്പോൾ വീഴുക, ഉപദ്രവം വരുമ്പോൾ വീഴുക, നടക്കിയല്ല. സന്തോഷിക്കാൻ തുടങ്ങിക്കണം. കർത്താവിൽ ആനന്ദിക്കാൻ തുടങ്ങിക്കണം. അത് കർത്താവിൽ സ്വീകരിച്ച് സ്തോത്രം ചെയ്ത് മുന്നോട്ട് പോകാൻ തുടങ്ങുക. ലോകത്തിന്റെ ചിന്ത നിങ്ങളെ ഭരിക്കുന്നുണ്ടോ? ധനത്തിന്റെ മോഹം നിങ്ങളെ ധനത്താൽ നിങ്ങൾ മറ്റുള്ളവരെയോ നിങ്ങളെയോ വഞ്ചിക്കാൻ നോക്കുന്നുണ്ടോ? ഞാനിപ്പോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പണ്ടൊരാൾ എന്നെ സഹായിക്കാൻ ഒരു ചെറിയ പൈസ തന്ന ഒരാള് ഒറ്റ കാഴ്ചയിൽ എനിക്ക് തന്നതാ. പിന്നെ അയാളെ എൻ്റെ അടുത്ത് വന്നിട്ടുമില്ല, ചോദിച്ചിട്ടുമില്ല, കണ്ടിട്ടുമില്ല. വർഷങ്ങൾക്ക് മുമ്പാ, ചാലക്കുടി ആയപ്പോ ഞാൻ അങ്ങേരുടെ വീട് എവിടെയാണെന്ന് അന്വേഷിക്കാൻ വേണ്ടി ഉള്ള ഫേസ്ബുക്ക് ഇതിലൊക്കെ പേരുകളും വീട്ടുപേരൊക്കെ അടിച്ചു നോക്കിയിട്ട് കിട്ടുന്നില്ല. എന്തിനാണെന്നറിയോ? പോയി കൊടുക്കാനാ. ഒരാളുടെയും ധനം അനാവശ്യമായി നമ്മുടെ കയ്യിൽ ഇരിക്കരുത്. അദ്ദേഹം എന്നോട് ഇനി ഒരിക്കലും തരണ്ട, ഇത് ഫ്രീ ആണെന്ന് എന്നോട് പറഞ്ഞില്ല, തന്നിച്ചു പോയി ചെയ്തിട്ടുള്ളൂ. എനിക്ക് വളരെ ആവശ്യമുണ്ടായിരുന്ന ഒരു സമയത്ത് മറ്റൊരിടത്ത്, മറ്റൊരു ഭവനത്തിൽ, ഒരു വളരെ വിദൂരത്തുള്ള ശുശ്രൂഷയിലുള്ള പ്രാർത്ഥനയുള്ള ഒരാൾ എനിക്ക് ഒരു ആവശ്യം വന്നപ്പോൾ ഒരു ചെറിയ തുക എനിക്ക് തന്നു. ഞാനത് എടുത്തു വെച്ചു കൊടുക്കാൻ വേണ്ടി. പക്ഷെ ഞാൻ സഹായിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളില്ലാത്ത സമയത്ത് വന്നപ്പോൾ, അന്ന് പ്രൈസ് ഒക്കെ ചെറുതാ, അവൾ അകത്ത് കയറി അലമാരി തുറന്ന് ആ പൈസ അടിച്ചുകൊണ്ട് പോയി. കോട്ട ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണ്. അവിടുത്തെ ഒരു അമ്മച്ചിയുടെ ഒരു മോളും. ഞങ്ങൾ ഒരുപാട് സഹായിച്ച് അവന് ചെറുതിൽ വളർത്താനൊക്കെ സഹായിച്ചതാ. സമ്പത്തൊക്കെ കൊടുത്ത് അവൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് വളർത്തിക്കൊണ്ടിരുന്ന പെണ്ണത് അടിച്ചുകൊണ്ട് പോയി. അന്ന് ആ പണം തിരിച്ചു വാങ്ങാൻ വേണ്ടി അവരെന്റെ വീട്ടിൽ വരും. എനിക്ക് തന്നവര് കോട്ടയത്ത് നിന്നാണ് വരുന്നവര്. ബ്രദർ തോമസ് കുര്യന്റെ അമ്മായിയപ്പൻ തന്ന പൈസയാ. ഞാൻ ഉടനെ അവളൊരു മഠത്തിലേക്ക് പോയത്. മഠത്തിൽ ജോലിക്ക് അവൾ നിൽക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് ചെന്നു. അവിടെ ചെന്ന് സിസ്റ്ററോട് പറഞ്ഞു, അവളെ വിളിക്കാൻ പറഞ്ഞു. സിസ്റ്റർ അകത്തേക്ക് പോയപ്പോൾ അവിടെ ഒരു ബൈബിൾ ഉണ്ടായിരുന്നു. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ്, ഞാൻ ഇത് ചെയ്യുന്നത് ശരിയാണോ? മോഷ്ടിച്ചു കൊണ്ടുപോയവളെ തിരിച്ച് പിടിച്ച് കൊണ്ടുവരേണ്ട പണം മേടിക്കേണ്ട ആവശ്യമുണ്ടോ? അവളെ ഈ സിസ്റ്റർ ഇതറിഞ്ഞാൽ ബുദ്ധിമുട്ട് വരില്ലേ? നയതന്ത്രമായി എങ്ങനെ കൈകാര്യം ചെയ്യണം എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ബൈബിൾ ഒന്ന് തുറന്ന് വായിച്ചപ്പോൾ അതിൽ കണ്ടത്, നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവരോട് തിരികെ ചോദിക്കരുത് എന്ന്. സിസ്റ്റർക്ക് എന്നെ അറിഞ്ഞുകൂടാ. സിസ്റ്റർ അകത്തേക്ക് പോയി അവളെ വിളിക്കാൻ. ഞാൻ ചാടി ഇറങ്ങി അടുത്ത കണ്ട ഓട്ടോറിക്ഷയ്ക്ക് കയറി തിരിച്ചു പോന്നു. അന്ന് വൈകിട്ട് അവരെന്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എടുത്തു വെച്ച പൈസ കൊണ്ടുപോയി. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്ക്, ഞാൻ നുണയായി പറയുന്നതല്ല. അവര് പറഞ്ഞു, അതൊന്നും സാരമില്ല, അതൊന്നും വേണ്ട. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പക്ഷെ ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നു ആ തുക അവരുടെ കൈകളിലേക്ക് തിരിച്ചു കൊടുക്കാൻ. അനാവശ്യമായി ഒന്നും നമ്മുടെ കയ്യിൽ ഇരിക്കരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ധനം നമ്മളെ വഞ്ചിക്കും. സമ്പത്ത് നമ്മളെ വഞ്ചിക്കാൻ പിശാച് ഉപയോഗിക്കും. അതുപോലെ കർത്താവിന് ഓഹരി കൊടുക്കേണ്ടത് കൃത്യമായിട്ട് കൊടുക്കണം. അതൊരു വഞ്ചനയാകട്ടോ. 1000 രൂപ വരുമാനം കിട്ടിയെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 100 രൂപ നിങ്ങളെ വചനം പഠിപ്പിക്കുന്നവർക്ക് കൊടുക്കണം. നിങ്ങൾ എത്ര ന്യായം പറഞ്ഞാലും അതൊരു വഞ്ചനയാണ്. മുള്ളുകൾക്കിടയിൽ വീണ വിത്ത് പോലെ ആയിത്തീരും നിങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്തത്. നിങ്ങൾക്കറിയാം, എനിക്ക് വരുമാനം ഒന്നും എന്റേതായ രീതിയിലില്ല. പക്ഷെ എനിക്ക് കിട്ടുന്ന സ്വാസ്ഥ കാഴ്ചയുടെ ദശാംശം ഞാൻ എടുത്തു വയ്ക്കുന്നുണ്ട്.
എൻ്റെ അടുത്ത് അതിനുള്ളൊരു പാത്രമുണ്ട്. ഇപ്പോഴും ഉണ്ട്, അതിൻ്റെ അകത്ത് സമ്പത്തുണ്ട്. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ദൈവത്തിന്റെ വേല ചെയ്യുന്നവർക്കാണ് അത് കൊടുക്കേണ്ടത്. ദൈവരാജ്യത്തിനു വേണ്ടിയാ കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ തരും, പക്ഷെ ദശാംശത്തിൽ ഞാൻ എടുത്ത് തരില്ല. അത് ദശാംശം കഴിഞ്ഞ് എന്റെ കയ്യിലുള്ളതിൽ നിന്ന് എടുത്തു തരും. പക്ഷെ നിങ്ങൾ സുവിശേഷ വേലയ്ക്കായി പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർക്കുള്ളതാണ് ദശാംശം. ഞാൻ കൊടുക്കാറുണ്ട് കൃത്യമായിട്ട്. നിങ്ങൾക്ക് കൃത്യം കിട്ടുന്നത് അപ്പം തന്നെ എടുത്തു മാറ്റണം ദൈവരാജ്യത്തിനായി. പിന്നെ അതിൻ്റെ അകത്ത് എടുത്തിട്ട് കലാപരിപാടി നടത്താൻ നിൽക്കരുത്. ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ടാണ് ഈ മുള്ളിന്റെ ഇടയിൽ നിന്ന് പുറത്തു വരാൻ പറ്റാത്തത്. മനസ്സിലാകുന്നുണ്ടോ? ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തലയുടെ ഭാരങ്ങൾ അഴിയട്ടെ, തലവേദനകൾ അഴിയട്ടെ, തലയുടെ അസ്വസ്ഥതകൾ അഴിയട്ടെ, രോഗശക്തികൾ അഴിയട്ടെ, ട്യൂമറുകൾ നീങ്ങട്ടെ, തലച്ചോറ് സംബന്ധമായ അസുഖങ്ങൾ അഴിയട്ടെ, ഓർമ്മക്കുറവുകൾ അഴിയട്ടെ, തലയുടെ ഒരു വശത്തുള്ള പെയിൻ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. അപ്പൊ 3 നിലങ്ങളെ നമ്മൾ കണ്ടു കഴിഞ്ഞു. 4ാമത്തെ നിലമാണ് ഏത്? നല്ല നിലം. ഏതാണ് നല്ല നിലം? ഈ 3 നിലങ്ങളിൽ നിന്നും പുറത്തു വന്ന വിടുതൽ പ്രാപിച്ച നിലമാണ് നല്ല നിലം. ലോകത്തിന്റെ ചിന്തയില്ല, ധനത്തിന്റെ വഞ്ചനയില്ല, സംസാര ഭോഗമില്ല, വിഷയാസക്തികളിൽ പെട്ടുകിടക്കുന്നില്ല. പരീക്ഷകൾ വന്നാലും സന്തോഷത്തോടെ സ്തോത്രം ചെയ്ത് ജയിക്കുന്നു. ഞെരുക്കം വന്നാലും സ്തോത്രം ചെയ്യുന്നു. 4ാമത്തെ നിലം നല്ല നിലം. ഹല്ലേലൂയ. ഈ നിലത്ത് മാത്രമേ ഫലം വെളിപ്പെടുത്തുള്ളൂ കേട്ടോ. മുള്ളു നിറഞ്ഞുകൊടുത്ത് ഫലമില്ലേ? പാറപ്പുറത്തും ഫലം വരത്തില്ല കേട്ടോ. എത്ര വർഷം കഴിഞ്ഞാലും നിങ്ങളുടെ സമയം കളയലാണ്. നിൽക്കരുത്, നിർത്തരുത്. ദൈവരാജ്യത്തിൽ ഒരു ഫലവും ഇല്ല. നല്ല ഫലം കായ്ച്ചില്ലെങ്കിൽ എന്താ പറ്റുന്നത്? വെട്ടും കേട്ടോ. നല്ല ഫലം ഇല്ലെങ്കിൽ എന്താവും? വെട്ടും. വെട്ടി എങ്ങോട്ടാ പോകുന്നത്? തീയില്. സ്വർഗത്തിലേക്ക് എന്നെ കൊണ്ടുപോകുമോ എന്നേശുവേ, സ്വർഗത്തിലേക്ക് എന്നെ കൊണ്ടുപോകുമോ? ഏതാ? മുള്ളിൻ്റെ അകത്ത് കിടന്നുകൊണ്ടാ പാടുന്നത്. സ്വർഗത്തിലേക്ക് എന്നെ കൊണ്ടുപോകും. അന്നേരം പറയും അന്തിമ നാളിൽ കൊണ്ടുപോകാം. സ്വർഗത്തിലേക്കല്ല, തീയിലേക്ക് കൊണ്ടുപോകാം. കെട്ടുകളാക്കി വെക്കും. വെറുതെ സൺഡേ മീറ്റിങ്ങിന് സമയം കളയാൻ നിൽക്കണ്ട കേട്ടോ. മാറുന്നുണ്ടെങ്കിൽ മാറിക്കോണം, മനസ്സാന്തരപ്പെട്ടോണം. അപ്പുറം ഇപ്പറേയും കാല് വെച്ചോണ്ടുള്ള പരിപാടിയൊക്കെ നിർത്തി ദൈവരാജ്യത്തിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കാൻ തുടങ്ങിക്കണം. നല്ല നിലത്തിന് മാത്രമേ പ്രയോജനമുള്ളൂ, ഫലം ഉണ്ടാവുള്ളൂ. ഇവിടെ 100 മേനി എത്രത്തോളം അത് വിശുദ്ധീകരിക്കപ്പെട്ടു. കൈയടിച്ച് കർത്താവിനെ പറഞ്ഞു. കർത്താവേ, ഈ ഭാരതത്തിൽ അങ്ങനെയുള്ള ഒരു 10-20 എണ്ണം ഉണ്ടായിരുന്നെങ്കിൽ ഇത് രക്ഷപ്പെട്ടേനെ. ഏതാ? 100 മേനി. അടുത്തതാണ് അല്പങ്കടത്താണ്. ശുദ്ധീകരണമൊക്കെ പൂർത്തിയായി. എന്നാലും എവിടെയോ എന്തോ അല്പം ചിന്തയിലോ മനസ്സിലോ എവിടെയോ ഇടയ്ക്കൊക്കെ ഇടർച്ച പോലെ തോന്നുന്നു. 60 മേനി, 30 മേനി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. 30, 60 വിട്ടേക്കുക. 100ലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. മത്തായി 13:8. മറ്റു ചിലത് നല്ല നിലത്തിൽ വീണു. എല്ലാരും പറഞ്ഞേ നല്ല നിലം. നല്ല നിലം. ഏതാ നല്ല നിലം? എന്നെ ചൂണ്ടിക്കാണിക്കണ്ട. ഏതാ നല്ല നിലം? നല്ല നിലം ഒന്ന് തൊട്ടേ. നല്ല നിലമാണോ? അല്ലെങ്കിൽ ഈ തൊട്ടത് ഇന്ന് പ്രാർത്ഥിച്ച് ഈ തൊട്ടത് 2-3 ദിവസം കൊണ്ട് ക്ലിയർ ആയിക്കോണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. മറ്റു ചിലത് നല്ല നിലത്ത് വീണു. 100, 60, 30 മേനിയായി വിളഞ്ഞു. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ചെവി തുറന്നവൻ കേൾക്കട്ടെ എന്നർത്ഥം. ഈ 100, 60, 30 ഫലം നിങ്ങളിൽ കായ്ക്കുന്നുണ്ടോ? നിങ്ങളിൽ 100, 60, 30 ഫലം വിളയിക്കാൻ വചനത്തിന് സാധിക്കാതെ പോയത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങളിപ്പോൾ ഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടോ?
മർക്കോസ് 4:20. മർക്കോസ് 4:20. നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേൾക്കുകയും വചനം കേട്ടു, അംഗീകരിക്കുകയും വചനം കേട്ട വചനത്തെ അംഗീകരിച്ചു. ഒരാളെന്നോട് പറഞ്ഞ, ബ്രദർ പറയുന്ന എല്ലാം ഒന്നും ഞാൻ അങ്ങ് അംഗീകരിക്കാറില്ല. നല്ല മണ്ണല്ല കേട്ടോ. ആത്മാവിൽ ഞാൻ അപ്പോഴേ തിരിച്ചറിഞ്ഞു, കർത്താവ് ഇത് നല്ല മണ്ണല്ലല്ലോ. പിന്നെ പുള്ളി ആത്മാവിൽ വിവേചിച്ചതാണെന്നൊക്കെ പറയുകയാണെങ്കിൽ അത്രത്തോളൊന്നും ആയിട്ടില്ല. വിവേചിക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ മായമായ വചനത്തെയും തിരിച്ചറിയാൻ പറ്റിയാണ്. ഈ മായമായ വചനത്തിന്, ദുരുപദേശത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളെ വലിച്ചോണ്ട് പോകും. അത് ആയിരിക്കേണ്ടിടത്തുനിന്ന് വലിച്ചുകൊണ്ട് പോകും മായമായ ഉപദേശം. നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവർ തന്നെ. ഹലോ, ദൈവത്തിന്റെ വചനമല്ലേ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. അതിനെ കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ നല്ല നിലത്തിന്റെ പ്രത്യേകതയാണ്. അവർ 30, 60, 100 മേനി വിളയുന്നു. 30, 60, 100 മേനി വിളയുന്നു. കാരണം അതൊരു ഗുഡ് ഗ്രൗണ്ട് ആണ്. വചനം കേട്ട് അംഗീകരിച്ച് സ്വീകരിക്കുന്ന നിലമാണത്. നല്ല ഗ്രൗണ്ട് ആണെങ്കിൽ വചനം കേട്ട് അതിനെ അംഗീകരിച്ച് അതിനെ കൈക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആലയം പണിയപ്പെടുന്നത് ഇങ്ങനെയുള്ള മണ്ണിലാണ്, ഇങ്ങനെയുള്ള ഹൃദയത്തിലാണ് അവന്റെ ആലയം പണി നടക്കുന്നത്. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാകുന്നു. നിങ്ങൾ നല്ല മണ്ണാകുന്നു. നിങ്ങൾ അവന്റെ കൃഷിയിടമാകുന്നു. നിങ്ങൾ അവന്റെ കൃഷിയാകുന്നു. നിങ്ങൾ അവന്റെ വയലാകുന്നു, വീടാകുന്നു. ഫലം പുറപ്പെടുവിക്കണോ? കല്ലൊക്കെ പെറുക്കി കളഞ്ഞ് ഗ്രൗണ്ട് ക്ലിയർ ആക്കുകയും ഇല്ലാത്ത ഒരു പരിപാടി നടക്കുകയില്ല. മുള്ളൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന മുള്ളൊക്കെ വലിച്ചു പറിച്ചു വേരോട് കൂടെ പിഴുത് സ്വർഗത്തിലെ അഗ്നി ഇറക്കി പ്രൈസ് ദി ലോർഡ് വെടിപ്പാക്കുവിൻ. വചനം അങ്ങ് നിറയട്ടെ, അഗ്നി അങ്ങ് നിറയട്ടെ, വേരോടെ പിഴുതപ്പെടട്ടെ. കർത്തന്റെ സ്വർഗസ്ഥനായ പിതാവ് നടാത്ത പാഴ്ചെടികളെല്ലാം പിഴുതെറിയപ്പെടും. പ്രാർത്ഥിക്കാൻ തുടങ്ങുവിൻ. കർത്താവിന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. കേട്ടോ, പ്രാർത്ഥിച്ചിരിക്കണം, പ്രാർത്ഥനയിലിരിക്കണം, നന്ദിയും സ്തുതിയും സ്തോത്രത്തോടും. ദൈവത്തിന്റെ ആലയത്തിൽ ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കണം, നിറഞ്ഞൊഴുകണം. നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒഴുകണം. അവരിലേക്ക് ഒഴുകാതെ അവരെങ്ങനെ രക്ഷപ്പെടുന്നേ? ലൂക്ക 8:15. നല്ല മണ്ണിലുള്ളതോ, നല്ല മണ്ണിലാണെങ്കിൽ വചനം കേട്ട് ഗുണമുണ്ടാകും. ഗുണമുള്ളതായിരിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഗുണപ്പെട്ടത് ഹൃദയമായിരിക്കും, അനുസരിക്കുന്ന ഹൃദയമായിരിക്കും. ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവർ തന്നെ. എങ്ങനെയാ ഫലം കൊടുക്കുന്നത്? ക്ഷമയോടെ. സാഹചര്യമൊന്നും അനുകൂലമല്ല, എല്ലാം പ്രതികൂലമാണ്, എല്ലാം ബുദ്ധിമുട്ടുണ്ട്, പ്രശ്നമുണ്ട്. പ്രത്യാശയോടെ ക്ഷമയോടെ ഫലം കൊടുക്കുകയാണ്. ഹോണസ്റ്റ് ആൻഡ് ഗുഡ് ഹാർട്ട്. Praise the Lord. Hallelujah. Jesus. ദൈവത്തിന്റെ വചനം ശ്രദ്ധിച്ച്, അല്ലേ, അതിനെ സൂക്ഷിച്ച്
ക്ഷമയോടെ ആ വചനത്തിന് ഫലം പുറപ്പെടുവിക്കുക. അതുകൊണ്ട് കർത്താവിനാൽ വിളിക്കപ്പെട്ട പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മറ്റൊന്നാകാതിരിക്കട്ടെ. നിങ്ങളിലൂടെ കലക്ക വെള്ളമല്ല, തെളിഞ്ഞ ജീവജലം ഒഴുകട്ടെ. അകത്തു തെളിവുണ്ടെങ്കിലേ അവിടെ നിന്ന് തെളിഞ്ഞ ജീവജലം ഒഴുകുകയുള്ളൂ. ശാന്തത അകത്തുണ്ടെങ്കിലേ ശാന്തതയോടെ ആത്മാവ് ഒഴുകുകയുള്ളൂ. നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ തുടങ്ങുക. അതിനുവേണ്ടി ആഗ്രഹിക്കുക. നിങ്ങളുടെ ജീവിതം വിലപ്പെട്ടതാണ്. സ്വർഗത്തിലെ വിത്താണ് അവൻ നിങ്ങളെ വിതയ്ക്കുന്നത്. അവനൊരു പ്രത്യാശയുണ്ട്, അവനൊരു ആഗ്രഹമുണ്ട്. നിങ്ങൾക്കത് സാധ്യമാണ്. നിങ്ങളൊരു തീരുമാനമെടുത്താൽ നടക്കും. ലോകചിന്ത, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഉള്ളിൽ നിന്നതൊക്കെ പറഞ്ഞു പോയത് വലിയ അത്ഭുതമാണ്. ചെറുപ്പത്തിലേ ഉള്ള വലിയ ആഗ്രഹമാണ് അഭിനയം. നാടകം അഭിനയിക്കുമായിരുന്നു. ഞങ്ങളുടെ നാട്ടിലൊക്കെ നല്ല അഭിനയക്കാരനായിരുന്നു ഞാൻ. സ്കൂളിലൊക്കെ നല്ല ആക്ടറായിരുന്നു. എൻ്റെ ചെറുപ്പത്തിലെ ആഗ്രഹമായിരുന്നു എങ്ങനെയെങ്കിലും സിനിമയിലോ എവിടെയെങ്കിലുമൊക്കെ കയറണം. നല്ല ഭാവനയുണ്ട് ഇതൊക്കെ എഴുതാനും ചെയ്യാൻ. സിനിമ ഭയങ്കര അട്രാക്ഷനായിരുന്നു എനിക്ക്. ക്ലാസ് കട്ട് ചെയ്ത്, നിങ്ങൾ പറഞ്ഞാൽ അത്ഭുതപ്പെടും, തിങ്കളാഴ്ച കട്ട് ചെയ്ത് സിനിമയ്ക്ക് ചാടി. ചൊവ്വാഴ്ചയും സ്കൂളിൽ വന്നപ്പം ഒരു സുഖക്കുറവ്, ചൊവ്വാഴ്ചയും കട്ട് ചെയ്ത് സിനിമയ്ക്ക്. ബുധനാഴ്ച ആയപ്പോൾ ഒരു സുഖമില്ല, ബുധനാഴ്ചയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും എല്ലാ ദിവസവും സിനിമയ്ക്ക്. കണ്ടത് തന്നെ പിന്നെ രാത്രി മിഷലിങ്ങിന്റെ ഒരു മീറ്റിങ്ങിന് കണ്ണൂര് ഒരു പള്ളിയിലെ ഹാളിൽ 2ാം നിലയിൽ കിടന്നുറങ്ങിയ ഞാൻ, ചെന്ന ദിവസം തന്നെ എൻ്റെ കൂടെ വന്നവരും വേറെ ഇടവകകളിൽ നിന്ന് വന്ന 2-3 പേരെയും സെറ്റപ്പാക്കി. ഫുഡ് കഴിച്ച ഉടനെ രാത്രി ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തപ്പോൾ 2ാം നിലയിൽ നിന്ന് കമന്ന് വാതിൽ തുറന്ന് നിരങ്ങി ആരും കാണാതെ 2ാം നിലയുടെ മുകളിൽ നിന്ന് വട്ടത്തിലുള്ള ആ എന്താണ്, കോണിയല്ല, മറ്റേ ഇത് വാർത്തുണ്ടാക്കിയിരിക്കുന്ന തൂണ് വഴി കവുങ്ങയിൽ കയറി ഇറങ്ങിയതിൻ്റെ പരിചയം വെച്ച് പരിചയമില്ലാത്തവനെയും ഉള്ളവനെയൊക്കെ അതിലൂടെ ഊർന്ന് താഴെ ഇറങ്ങി. കണ്ണൂർ ശ്രീപുരം പള്ളിക്കുന്ന് പള്ളിയുടെ സൈഡിലുള്ള മതില്, കുപ്പിച്ചില്ലും കമ്പികളും മതിലിന്റെ മുകളിൽ ഇങ്ങനെയുണ്ട്. അതിനിടയിലൂടെ വിരല് മാത്രം വെച്ച് അത്തെ പിടിച്ച് അപ്പുറത്തേക്ക് എടുത്തു ചാടി. അപ്പുറത്ത് വലിയ കരിങ്ക, രാത്രിയിലത് കണ്ടില്ല. ഭാഗ്യത്തിന് ഒരെണ്ണവും ആ ചെളിക്കുണ്ടി വീടില്ല. ഇല്ലെങ്കിൽ ആ ടൗണിലെ സകല ചെളി ഒഴുകുന്ന, അതിൻ്റെ അകത്ത് മുങ്ങിപ്പോയതിനെ ചത്തുപോയതിനെ ഇരുട്ടത്ത് കാണാതെ ചാടി കണ്ടില്ല. കുറെ അങ്ങ് പോയി കഴിയുമ്പോഴാണ് അതിലൊന്നിനെ കാണുന്നില്ലല്ലോ, എല്ലാം ചാടി. എൻ്റെ കൂടെ പഠിച്ചവൻ, ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും നല്ലോണം പഠിക്കുന്ന ഞങ്ങളുടെ മിഷൻ ലീഗിന്റെ പ്രസിഡന്റ് സിജു അടക്കം ചാടി. സിജു, ഷീബു, സൈമൺ, കുറെ എണ്ണങ്ങൾ. യുവന്മാരൊന്നും ഈ വചനം കേൾക്കാൻ ഇന്നില്ല കേട്ടോ. അതിന് നേതൃത്വം കൊടുത്ത എന്നെ കർത്താവ് നല്ല ഒരു നേതാവായി കണ്ടതിന് സ്തോത്രം. ഹല്ലേലൂയ. കുരുട്ട് കാര്യത്തിന് നല്ല നേതൃത്വ വാസന എനിക്കുള്ളത് കൊണ്ട് ദൈവരാജ്യത്തിനും ഇവൻ കൊള്ളാമെന്ന് കണ്ടു. അവിടുന്ന് 1 കിലോമീറ്റർ ഓടി പാതിരാത്രി, ഇന്നത്തെ പോലെ ലൈറ്റ് ഒന്നുമില്ല, വാഹനങ്ങളുടെ മധ്യത്തിലൂടെ ഓടി കണ്ണൂർ ടൗണില് മധ്യത്തിലുള്ള അമ്പിളി തിയേറ്ററിന്റെ അടുത്ത് പോയി സിനിമ തുടങ്ങി. ടിക്കറ്റ് എടുത്ത് കയറി. സിനിമയുടെ പേര് ചിത്രം. ഞങ്ങൾ ചെന്നപ്പോ മോഹൻലാൽ ക്ലിക്ക് വെച്ചോണ്ടിരിക്കുക. ഒരു ഹല്ലേലൂയ പറഞ്ഞ് ഓടി കിട്ടിയ സീറ്റിനുള്ളിൽ ഇരുന്നു. അതേ സിനിമ 3 പ്രാവശ്യം സ്കൂളിൽ പഠിച്ചപ്പോ, അന്ന് അവിടുന്ന് ഒന്ന്, പിന്നെ സ്കൂളിൽ പഠിച്ചപ്പോ 3 പ്രാവശ്യം പോയി കണ്ടു. ഒരു ഹല്ലേലൂയ പറഞ്ഞ് ഓരോ സിനിമ കാണുമ്പോഴും അതിൻ്റെ എൻ്റെ ഒന്ന് മാറിയിരുന്നെങ്കിൽ
മോഹൻലാലിനെ എന്നെ കൊല്ലാതിരിക്കാനാവുമോ എന്ന് ചോദിച്ചപ്പോൾ സോമൻ അദ്ദേഹത്തെ ഫ്രീ ആക്കി വിടുന്നത് ഭാവന കണ്ട് തിരിച്ചു പോരും. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഈ ചിത്രത്തിന്റെ 2ാം ഭാഗം വലുതാകുമ്പോൾ ഞാൻ ഇറക്കുമെന്ന് തീരുമാനമെടുത്ത് സിനിമാ ലോകത്തിൽ മുങ്ങിപ്പോയി എന്നെ ക്രിസ്തുവിലേക്ക് വന്നതിന് ശേഷവും സാധിക്കുന്നിടത്തോളം തിയേറ്ററുകളിൽ കയറി സിനിമ കണ്ടുകൊണ്ടിരുന്ന എന്നെ ദൈവത്തിന്റെ ആത്മാവ് മുള്ളിനിടയിൽ നിന്നും പുറത്തെടുത്ത് വിടുവിച്ചു. കൈയടിച്ച് കർത്താവിന് തിയേറ്റർ സിനിമ ബന്ധങ്ങൾ വിട്ടുമാറുവാൻ സ്വർഗം എനിക്ക് കൃപ തന്നിട്ടുണ്ടെങ്കിൽ പറപ്പുറത്ത് വീണ നിലങ്ങളെയും മുള്ളിനിടയിൽ വീണ നിലങ്ങളെയും അതിനകത്ത് പുറത്തെടുത്ത് നല്ല നിലമാക്കുവാൻ ദൈവത്തിന് സത്യമാണ്. ദൈവത്തിന് സത്യമാണ്. എന്നെ ഇതാ ഏൽപ്പിക്കുന്നു. എന്റെ ജീവിതം പൂർണ്ണമായി ഫലം പുറപ്പെടുവിക്കുവാൻ ഏൽപ്പിക്കുന്നു. ക്രിസ്തു എന്നെ വിളിച്ചു, അവിടുന്ന് എന്നെ വിളിച്ചു, അവിടുന്ന് എന്നെ തെരഞ്ഞെടുത്തു. എന്നെ സഹായിക്കുക. ആഗ്രഹമുള്ളവരെല്ലാം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കട്ടെ. ദൈവശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. നിങ്ങളുടെ മണ്ണ്, നിങ്ങളുടെ നിലങ്ങൾ, നിങ്ങളുടെ ഹാർട്ട് വിശുദ്ധീകരിക്കപ്പെടട്ടെ. ദൈവശക്തിയാൽ നിറയപ്പെടട്ടെ. ഈ സമയത്ത് വിദൂരങ്ങളിൽ ഈ ശബ്ദം കേൾക്കുന്നവരെ ഏൽപ്പിച്ചു കൊടുക്കുക. ഒരു നല്ല നിലമാകുക. യഥാർത്ഥ ക്രിസ്ത്യാനിയായി തീരുക. ഹൃദയം പൊട്ടി യേശുവേ എന്ന് വിളിക്കുക. നിങ്ങൾ ഇപ്പോൾ മറ്റുള്ളവർക്കൽ വേണ്ടി അല്ല പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളെ ഏൽപ്പിക്കുക. നിങ്ങളെ ഏൽപ്പിക്കുക. യേശുവേ എന്ന് വിളിക്കുക. ഈ 3 നിലങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിച്ച് 4ാമത്തെ നിലത്തിലേക്ക് പ്രവേശിക്കാൻ എന്നെ ഏൽപ്പിക്കുന്നു. സ്വർഗീയ ശക്തി, അഭിഷേകം ഇതിന് മധ്യത്തിൽ വെളിപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്നവരുടെ മേൽ വ്യാപരിക്കട്ടെ. ഇരുളുകൾ അഴിക്കുന്നു. പാറ പോലെയുള്ള ഹൃദയങ്ങളെ വിടുവിക്കുന്നു. ലോകത്തിന്റെ ചിന്തയിൽ നിന്ന് വിടുവിക്കുന്നു. പരീക്ഷകളിൽ തകർന്ന് വീഴുന്നവർ ബലം പ്രാപിക്കട്ടെ. സന്തോഷമുള്ളവരാകട്ടെ. ക്രിസ്തുവിനെ പ്രതിയുള്ള നിന്ദകൾ മെഡലാണെന്ന് തിരിച്ചറിയട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഓരോ ഉള്ളങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. മുള്ളും പച്ചടികളും പോലെ കിടക്കുന്ന വചനത്തെ ഞെരുക്കിക്കളയുന്ന ഭോഗാസക്തികൾ അറിയട്ടെ. സംസാര ഭോഗങ്ങൾ അറിയട്ടെ. ലോക ചിന്തകൾ അറിയട്ടെ. ജഡത്തിന്റെ ചിന്തകൾ അറിയട്ടെ. ജഡത്തിന്റെ മോഹങ്ങൾ അറിയട്ടെ. സമ്പത്തിന്റെ വഞ്ചനകൾ അഴിഞ്ഞു വീഴട്ടെ. യേശുവിന്റെ നാമത്തിൽ നല്ല നിലമായി സ്വർഗത്തിലെ അഗ്നി നിന്റെ മേൽ അയക്കുന്നു. എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടട്ടെ. വചനം നിറയട്ടെ, കവിയട്ടെ. സ്വർഗത്തിലെ അഗ്നി വെളിപ്പെടുന്ന നാടുകളിലുള്ളവരുടെ മേൽ സ്വർഗീയ ജീവൻ വെളിപ്പെടട്ടെ. പ്രതികൂലങ്ങളിലായിരിക്കുന്നവരുടെ, പ്രതിസന്ധികളിലായിരിക്കുന്നവരുടെ മേൽ, പരീക്ഷണങ്ങളിൽ അകപ്പെട്ട് കിടക്കുന്നവരുടെ മേൽ, ലോക ചിന്തകളിൽ പെട്ട് കിടക്കുന്നവരുടെ മേൽ, ജനമോഹങ്ങളിൽ കിടക്കുന്നവരുടെ മേൽ, സംസാര ഭോഗങ്ങളിൽ കിടക്കുന്നവരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. നല്ല നിലങ്ങളായി മാറട്ടെ. വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ, വിശ്വസിച്ച് രക്ഷ പ്രാപിക്കാൻ കഴിയാത്ത വിധത്തിൽ സ്വർഗീയ വിത്തുകൾ അപഹരിക്കപ്പെടുന്ന ജീവിതങ്ങൾ, അവരുടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. കാതുകൾ തുറക്കപ്പെടട്ടെ. ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. സകലയിടത്തും ഫലങ്ങൾ വെളിപ്പെടട്ടെ. ദൈവരാജ്യത്തിലായിരിക്കുന്ന ഓരോ മക്കളും ദൈവരാജ്യത്തിന്റെ ഫലങ്ങൾ കൊണ്ട് നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളുടെ മേൽ ആത്മാവിൽ കരം വെച്ച ബ്ലസ് ചെയ്യുന്നു, അനുഗ്രഹിക്കുന്നു. ജീസസ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പങ്കുവെച്ചു കൊടുക്കുക. ഈ 2 എപ്പിസോഡ് പങ്കുവെച്ചു കൊടുക്കുക. യൂട്യൂബിൽ വചനം കേൾക്കുന്നവർ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി ചെയ്യുക. ദൈവരാജ്യത്തിലേക്ക് നിങ്ങളെ നടത്തുന്ന സ്വർഗീയ രഹസ്യങ്ങൾ ആത്മാവിൽ നിങ്ങളോട് പങ്കുവെക്കുന്നു. ബുദ്ധിമാന്മാരാണെന്ന് നടിക്കരുത്, അറിവുള്ളവരാണെന്ന് നടിക്കരുത്. ശിശുവിനെ പോലെ ഇറങ്ങി വരിക. ഇത് നിങ്ങളെ വിടുവിക്കുന്ന ശുശ്രൂഷയാണ്. ഇത് ദൈവരാജ്യത്തിൽ നിങ്ങളെ പണിതുയർത്തുന്ന ശുശ്രൂഷയാണ്. നല്ല നിലത്തെ ആലയം പണിയപ്പെടുകയുള്ളൂ. കല്ലുണ്ടാകരുത്, മുള്ളുണ്ടാകരുത്, ഞെരിഞ്ഞലുകൾ ഉണ്ടാകരുത്, വഴിയരികായിരിക്കരുത്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, സ്വർഗം നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെ പണിതുയർത്താൻ ആഗ്രഹിക്കുന്നു.
ഹല്ലേലൂയ.